ഹലോ 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 അടുത്തായിട്ട് പറയാൻ പോണത് എക്സ്റ്റെൻഡഡ് ഗോലേക്കോഡാണ്. എക്സ്റ്റെൻഡഡ് ഗോലേക്കോഡ് അതിനാദ്യം തന്നെ അതിൻ്റെ ജനറേറ്റർ മെട്രിക്സ്, നമുക്കിനി ഏത് കോഡ് എന്നാലും അതിൻ്റെ ജനറേറ്റർ മെട്രിക്സ് മാത്രം അറിഞ്ഞാൽ അതിൻ്റെ റോസിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിരിക്കും അതിലെ എല്ലാ എലമെൻസും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടുത്തെ ലീനിയർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് സം എടുക്കേണ്ട ആവശ്യമുള്ളൂ അല്ലേ. ഇവിടെ ആദ്യം ജനറേറ്റർ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജി ഈക്വൽ ടു ഐ ബി, ഈ മോഡലിലാണ് അതിൻ്റെ ജനറേറ്റർ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഐ എന്താണെന്ന് അറിയണം. ഐ എന്ന് പറയുന്നത് ഒരു 12x12 ഐഡന്റിറ്റി മെട്രിക്സ് ഐ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ബി. ബി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെട്രിക്സാ. ആ ബി നിങ്ങൾ കാണാണ്ട് പഠിക്കണം, കുറച്ച് വലിയൊരു മെട്രിക്സ് ആണ്. ബിക്ക് ബി എന്ന് പറയുന്നത് ഏത് മോഡലാന്ന് എപ്പോഴും അറിയണം. ബി എന്ന് പറയുന്നത് B1 B1 ജെ ട്രാൻസ്പോസ് J0, ഈ മോഡലിലാണ് ബി കിടക്കുന്നത്. അപ്പം B1 എന്താണെന്ന് അറിയണം ആദ്യം അല്ലേ. അത് നിങ്ങൾ നോട്ടിൽ 80th പേജിലുണ്ട്. അത് നിങ്ങൾ ഒന്ന് നോക്കുക ആദ്യം തന്നെ. ആ മെട്രിക്സ് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമാണ്. ആദ്യത്തെ റോ മാത്രം നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ട ആവശ്യമുള്ളൂ. B1 എങ്ങനെ എഴുതേണ്ടത് എന്ന്. B1 ആണ് എഴുതാൻ നമ്മൾ ഇതിൽ ആദ്യം പഠിക്കേണ്ടത്. B1 എന്ന് പറഞ്ഞ ഒരു 12x12 മെട്രിക്സ് ആണ്. സോറി, 12x11. ഇത് എഴുതുമ്പോൾ എളുപ്പമാണ്. എങ്ങനെയാ 1 1 0 1 1 1 0 0 0 1 0, ഇതാണ് ഫസ്റ്റത്തെ റോ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനെ ഒന്ന് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. അപ്പം എന്ത് വരും? ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇത്ര ആൾക്കാർ ഫസ്റ്റ് വരും അല്ലേ. അപ്പം എന്ത് വരും? 1 0 1 1 1 0 0 0 1 0. ഇനി ഫസ്റ്റ് എടുത്ത ആളെ ലാസ്റ്റ് എടുത്ത് എഴുതാം. അടുത്ത എങ്ങനെ വരിക? ഇതൊന്നുകൂടി ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. അപ്പം എന്ത് വരും? 0 1 1 1 0 0 0 1 0 1. ഫസ്റ്റ് എടുക്കുന്ന ആളെ ലാസ്റ്റിലേക്ക് എടുത്ത് എഴുതാം. അപ്പം ലാസ്റ്റ് 1 കൂടി വരും. അപ്പൊ ഇങ്ങനെ എഴുതി ലാസ്റ്റ് നമുക്ക് എന്ത് കിട്ടും? 0 1 0 0 1 1 1 0 0 0 1. ഇതാണ് അപ്പൊ B1 എന്ന് പറയുന്ന മെട്രിക്സ്. എന്നിട്ട് നമ്മൾ എന്ത് എഴുതണം? ഇതിന് ബി എങ്ങനെ കണ്ടുപിടിക്കേണ്ടതെന്നാണ് അടുത്ത് എഴുതാൻ നമ്മളത്. ഇതിന് എങ്ങനെയാണ് ബി കണ്ടുപിടിക്കേണ്ടത്? ഈ ലാസ്റ്റത്തെ റോ ഒന്ന് മാറ്റി ഒന്ന് മുകളിലോട്ട് എഴുതാം. അപ്പൊ കുറച്ചും കൂടി ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ലാസ്റ്റത്തെ റോ ഞാൻ എഴുതണേ, ഗ്യാപ്പിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. 0 1 0 0 1 1 1 0 0 0 1. ബി ഇതാണ്. ഇതിന്റെ ഗ്യാപ്പിൽ കുറച്ച് റോസ് ഉണ്ട്, അത് നിങ്ങൾ ഓരോന്ന് എഴുതണം. ഇപ്പൊ 12, ഇതിൽ എത്ര എലിമെന്റ്സ് ഉണ്ട്? 11. ഓക്കെ, അത് കുഴപ്പമില്ലല്ലോ. ഈ മെട്രിക്സ് എഴുതുന്നത് ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്തിട്ട് എല്ലാത്തിനും എഴുതാം. അത് കഴിഞ്ഞിട്ട് ഇതിൽ നിന്ന് ബി എഴുതേണ്ടത്. ഇതിൽ നിന്ന് ബി എങ്ങനെ എഴുതേണ്ടത് വെച്ചാൽ ആദ്യം B1 എഴുതി, അത് കഴിഞ്ഞിട്ട് ജെ ട്രാൻസ്പോസ്, സൈഡിൽ ഒരു ജെ ട്രാൻസ്പോസ് ഉണ്ടല്ലേ. ജെ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ 1. എവിടം വരെ 1 എഴുതണം? ഇതിന്റെ ലാസ്റ്റ് റോ ഇല്ലേ, ലാസ്റ്റത്തേന് റോ വെച്ച്, സോറി, നമ്മൾ ഇതിന്റെ ലാസ്റ്റത്തെ റോ ഇങ്ങനെ ഒരു വര വരയ്ക്കാന്നിരിക്കുക. B1ന്റെ അത്രയും വരെ എന്ത് എഴുതണം? ഈ 1 എഴുതണം. ലാസ്റ്റത്തെ റോ എവിടെയാണ് കിടക്കണേ അത്രയും വരെ 1 എഴുതണം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എന്തും കൂടി കിടക്കേണ്ടത്? ഒരു ജെ, ഒരു 0 കിടക്കട്ടെ. ആ 0 എന്ന് പറഞ്ഞാൽ ഒറ്റ 0യാ, ഈ ഒരു 0 മാത്രം. 0 എന്ന് സബ് മെട്രിക്സ് ഒന്നല്ല. ഇനി അടുത്ത എന്താ? ഒരു സ്മോൾ ജെ ഉണ്ട്. ഈ സ്മോൾ ജെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടിയിൽ മുഴുവൻ 1. മനസ്സിലായില്ലേ? ഈ ബി എന്ന് പറയുന്ന മെട്രിക്സ് എന്താ മനസ്സിലായി? ആദ്യം B1 എന്ന് പറയുന്നതാണ്. അത് നിങ്ങൾ 80th പേജിലാണ് ആ മെട്രിക്സ്. എന്താ? 1 1 0 1 1 1 0 0 0 1 0. ഈ റോനെ ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്ത് ഓക്കെ, അതിനെ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്ത് എഴുതുന്നതാണ് B1 എന്ന് പറയുന്നത്.
അതിലെവിടെയും കുഴപ്പമില്ലല്ലോ, അത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റില്ലേ? ലാസ്റ്റ് 1ന്റെ കുറവുള്ള പോലെ തോന്നുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾ ഒന്ന് നോക്കിയോളെ. അതായത് ആ ബി എന്ന് പറയുന്ന മെട്രിക്സ്, അതായത് B1 എഴുതാ, ജെ ട്രാൻസ്പോസ് J0, അത് നിങ്ങൾ എഴുതാം. എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് എന്ത് ജി എഴുതുന്നു. ജി എന്ന് പറയുന്നത് എന്താ? IB. ഇതാണ് ഇതിന്റെ ജനറേറ്റർ മെട്രിക്സ്. ഇതിന്റെ H, അതായത് പാരറ്റിക് മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BI ആണ്. ഇതാണ് നിങ്ങൾ ഫസ്റ്റ് പഠിക്കുക. ഇനി അത് കൂടാണ്ട് നിങ്ങൾ ഇതിന്റെ വേറൊരു ജനറേറ്റർ മെട്രിക്സ് പഠിക്കും. അതേതാ? BI. അതുകൂടാണ്ട് പാരറ്റിക് മെട്രിക്സും വേറെ പഠിക്കും. ഏതാ? IB. ഇത് രണ്ടും ഇതിന്റെ ജനറേറ്റർ മെട്രിക്സുകളും പാരറ്റിക് മെട്രിക്സുകളാണ്. ഇത് രണ്ടും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ആദ്യം എന്താ? C24 ആസ് ലെങ്ത് n equal to 24 and dimension k equal to 12, number of chord words equal to 2 raised to 12 equal to 4096. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ജിയുടെ ഓർഡർ എന്താ? ബിയുടെ ഓർഡർ തന്നെയല്ലേ ബിയുടെ നമ്പർ ഓഫ് റോസ് എന്താ? അതല്ലേ ഡയമെൻഷൻ. ജിയുടെ നമ്പർ ഓഫ് റോസ് ആണ് ഡയമെൻഷൻ. അപ്പൊ ഇതിൽ ഈ ജിയുടെ നമ്പർ ഓഫ് റോസ് എന്ന് പറഞ്ഞാൽ എന്താ? ബിക്ക് എത്ര നമ്പർ ഓഫ് റോസ് ഉണ്ടോ സെയിം അല്ലേ? അതായത് 12 അല്ലേ വരുന്നത്. അപ്പൊ 12 ആണ് ഇതിന്റെ ഡയമെൻഷൻ. ഇപ്പൊ 2 raised to 12 വേർഡ്സ് അല്ലേ ഉണ്ടാവാം. ഡയമെൻഷൻ കെ ആണെങ്കിൽ 2 raised to k വേർഡ്സ് ഉണ്ടാവും. ഇവിടെ 2 raised to 12 വേർഡ്സ് 4096 ആണ് 2 raised to 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ലെങ്ത് n equal to 24 കുഴപ്പമില്ലല്ലോ, കാരണം നമ്മുടെ എന്തുണ്ട്? ഒരു I 12/12 പിന്നെ ഒരു ബിയും. അപ്പൊ ഒരു റോന്റെ ലെങ്ത്, അതായത് ഒരു ആദ്യത്തെ റോ, ആ റോയിൽ എത്ര ഡിജിറ്റ്സ് ഉണ്ടാവും? ഐക്ക് ഒരു 12ഉം ബിയിൽ ഒരു 12ഉം. മൊത്തം എത്രയായി? 12 + 12 എന്ന് പറഞ്ഞാൽ 24. അപ്പൊ ലെങ്ത് 24 ആണ്. ഇനി രണ്ടാമത്തെ എന്താ? എ പാരറ്റിക് മെട്രിക്സ് ഫോർ C24 is the 24/24 മെട്രിക്സ് J equal to BI. ഇത് വരാൻ കാരണം എന്താ? നിങ്ങൾ ജസ്റ്റ് ജിയും എച്ചും കൂടി, അതായത് BA എന്താ? IB ഇൻറ്റു BI. ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്തോളൂ. ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ എന്താ വരുള്ളൂ? നിങ്ങൾക്ക് എപ്പോഴും 0 ആണ് വരുള്ളൂ. സോറി, ഓക്കെ, ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ എന്താ വരുള്ളൂ? 0 ആണ് വരുള്ളൂ. ഇനി അടുത്ത എന്താ? അതിന്റെ ഒരു അനദർ പാരറ്റിക് മെട്രിക്സ് IB എന്ന് പറഞ്ഞിട്ട് രീതിയുണ്ട്. കുഴപ്പമില്ല. ഇനി അനദർ ജനറേറ്റർ മെട്രിക്സ് ഫോർ C24 is 12. അത് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ. ഈ പ്രോപ്പർട്ടീസിന്റെ ഒന്നും പ്രൂഫ് ഇതിലില്ല. പിന്നെ അടുത്ത് C24 is സെൽഫ് ഡ്യുവൽ. ദാറ്റ് ഈസ് C24 ഈക്വൽ ടു C24 പെർപ്പ്. അതായത് C24ഉം C24ന്റെ പെർപ്പ് എന്താ? സെയിം ആയിരിക്കും. അതിന്റെ പ്രൂഫ് നിങ്ങൾക്ക് ഇതിലില്ല. പക്ഷെ അതൊക്കെ ഒബ്വിയസ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ജിയിലെ തന്നെ ഏതെങ്കിലും രണ്ട് റോസ് തമ്മിൽ നിങ്ങൾ വെറുതെ ഡോട്ട് പ്രോഡക്റ്റ് എടുത്ത് നോക്കുക, എന്താ വരുള്ളൂ? 0 വരുള്ളൂ. കാരണം ഈ ബി അങ്ങനെയാണ് എടുത്തണത്. കാരണം ഇപ്പൊ ജിയുടെ രണ്ട് റോസ് എടുക്കുക, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐയിലെ ഒരു റോ, ഐയിലെ അതായത് ജിയിലെ റോസിന്റെ പ്രത്യേകത എന്താ? IB ആണ്. അപ്പൊ ഒബ്വിയസ്ലി ഇത്രയും ഭാഗം ഫസ്റ്റത്തെ ഒരു സെക്ഷൻ നമുക്ക് നോക്കണ്ട. ഐയുടെ ഭാഗം എന്തായാലും ഡോട്ട് എടുത്താൽ ആ ഭാഗം 0 ആയി പോകും. പിന്നെ എന്ത് ചെയ്യിക്കാൻ മതി? ബിയുടെ രണ്ട് റോസ് ഡോട്ട് എടുത്ത് കഴിഞ്ഞാൽ 0 വരുമെന്ന് ചിക്കാൻ മതി. ബിയിലെ രണ്ട് റോസ് എടുത്താൽ 0 വരും. നിങ്ങൾ ജസ്റ്റ് നോക്കി നോക്കുക. ഏത് റോസ് എടുത്താലും അതിൽ 4 നമ്പർ ഓഫ് കോമൺ വൺസ് ഉണ്ടോ? സോറി, ഈ B1 ഏത് B1 ബി നമ്മൾ 0 എന്ന് കാണിക്കണം. അതിന് വരെ എന്ത് കാണിച്ചാൽ മതി? ബിയിൽ കാണിച്ചാൽ മതി. കാരണം ബി ഉണ്ടാക്കിയ എന്ത് B1 വെച്ചിട്ടുള്ള B1 ഏത് രണ്ട് ഇതെടുത്താലും അറ്റ്ലീസ്റ്റ് 4 എന്താ കോമൺ വൺസ് ഉണ്ടാവും. അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 0 വരും. സോറി, ബിയിൽ അറ്റ്ലീസ്റ്റ് 4 നമ്പർ ഓഫ് കോമൺ വൺസ് ഉണ്ടാവും. അതായത് B1 അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് എന്തും കൂടി നോക്കിയാൽ മതി? ബിയിലും കൂടി നോക്കിയാൽ പോരെ. അതായത് B1 നോക്കുക, അതിന്റെ ബി, അതായത് അല്ലെങ്കിൽ നിങ്ങൾ ആ 81 പേജിൽ ആ ബി എന്ന് പറയുന്ന മെട്രിക്സ് ഇല്ലേ, ആ മെട്രിക്സ് ജസ്റ്റ് നോക്കുക. അപ്പൊ ഐയുടെ കേസ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞല്ലോ. ഇനി എന്ത് നോക്കിയാൽ മതി? ആ ബി എന്ന് പറയുന്ന മെട്രിക്സിന്റെ രണ്ട് റോസും മൾട്ടിപ്ലൈ ചെയ്ത് ഡോട്ട് എടുത്ത് കഴിഞ്ഞാൽ എന്ത്? നിങ്ങൾ ജസ്റ്റ് ഫസ്റ്റ് സെക്കൻഡ് റോ നോക്കി നോക്കി, അതിൽ ഫസ്റ്റ് പൊസിഷനിൽ കോമൺ വൺ വന്നു,
ഫോർത്ത് പൊസിഷനിൽ കോമൺ വൺ വന്നു, ഫിഫ്ത്ത് പൊസിഷനിൽ കോമൺ വൺ വന്നു, എന്താ ലാസ്റ്റ് പൊസിഷനിൽ കോമൺ വൺ വന്നു. അപ്പൊ എത്ര 4 പൊസിഷനിൽ കോമൺ വണ്ണ് വന്നു. അപ്പൊ ഡോട്ട് എടുക്കുന്ന സമയത്ത് ആ 4 വൺസും കൂടി ആഡ് ചെയ്യേണ്ടി വരില്ലേ? അപ്പൊ 1+1+1+1 4 ടൈംസ് 1 ആഡ് ചെയ്ത് എന്ത് വരും? 0 വരും. അതുകൊണ്ട് ഏത് ബിയിലും ഏത് 2 റോസ് ഡോട്ട് എടുത്താലും എന്ത് വരും? 0 വരും. അതായത് അപ്പൊ മൊത്തത്തിൽ ഐയുടെ എടുത്താലും 0, ബിയുടെ എടുത്താലും 0. അപ്പൊ ഐ ബിയുടെ എടുത്താൽ എന്താ വരുള്ളൂ? ഡോട്ട് എടുത്തു കഴിഞ്ഞാൽ 0. അതായത് ഏത് രണ്ട് ഒരു V1ഉം V2ഉം സിന്ന് എടുത്തു കഴിഞ്ഞാൽ C24 എടുത്തു കഴിഞ്ഞാൽ ഡോട്ട് എടുത്താൽ എന്താ വരുള്ളൂ? 0 ആണ് വരുള്ളൂ. അതായത് സിയുടെ പർപ്പസ് C24ന്റെ പർപ്പസ് എന്താ? C24 തന്നെയാണ് വരുള്ളൂ. ഇനി അടുത്ത പ്രൂഫാണ് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അതായത് ഡിസ്റ്റൻസ് എന്താ അതിന്റെ 8 ആണ് കാണിക്കണം. അപ്പൊ നമ്മൾ ഇവിടെ ലീനിയർ കോഡ് ആണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? മിനിമം വെയിറ്റ് ഉള്ള വേർഡ് കണ്ടുപിടിക്കലാണ് ഇതിന്റെ ഒരു ഇതിന്റെ ഒരു ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്ന പോലെ. അപ്പൊ ഇതിൽ ആദ്യം പ്രൂവ് ചെയ്യാൻ പോണത് എന്താന്ന് വെച്ചാൽ ഇതിന്റെ ഏത് വേർഡ് എടുത്താലും അതിന്റെ വെയിറ്റ് ഒരു 4ന്റെ മൾട്ടിപ്പിൾ ആയിട്ടാണ് എടുക്കാന്നാണ് ആദ്യം കാണിക്കുക. ഇതിൽ ഏത് വേർഡ് എടുത്താലും അതിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് എടുക്കും. അപ്പൊ നമുക്ക് ഇവിടെ ഡിസ്റ്റൻസ് എത്ര കാണിക്കേണ്ടത്? 8 ആണ് കാണിക്കണം. അപ്പൊ മിനിമം വെയിറ്റ് 8 ആണ് കാണിക്കണം. അപ്പൊ ആ ഏത് രണ്ട് കേസുകൾ നമ്മൾ കളയേണ്ടി വരും? 4 ആവണ കേസും വെയിറ്റ് 4 ആവണ കേസും വെയിറ്റ്, അതായത് ആദ്യം നമ്മൾ എന്ത് പ്രൂവ് ചെയ്യണം? എല്ലാത്തിന്റെയും വെയിറ്റ് 4ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് പ്രൂവ് ചെയ്യണം. അതിനുശേഷം അതിൽ 2 ആൾക്കാരുടെ കേസ് കളയണം. ഏതാ? 4ഉം 12ഉം വരുന്ന കേസ് കളയണം. അപ്പൊ 4ഉം 12ഉം വരുന്ന കേസ് കളയണം. 12 എന്തായാലും നമുക്ക് ഡിസ്റ്റൻസ് 12 എന്തായാലും വരില്ല. കാരണം എന്താ? ഈ ജിയുടെ ആദ്യത്തെ റോ എടുക്കുക. ആദ്യത്തെ റോയുടെ വെയിറ്റ് എത്ര വരിക? ഐയുടെ ഒരു 1 ഉണ്ടാവും. പിന്നെ ബിയുടെ ഫസ്റ്റത്തെ റോ നോക്കുക. 1 2 3 4 5 6 7. അപ്പൊ 8 അല്ല വന്നത്. അതായത് ജിയുടെ ഫസ്റ്റത്തെ റോയുടെ വെയിറ്റ് എന്താ? 8 ആണ്. അപ്പൊ മിനിമം വെയിറ്റ് ആയിട്ട് ഇനി 12ന് വരാൻ പറ്റില്ല. കാരണം 8 ഓൾറെഡി വന്നു. ഇനി നമുക്ക് ഏതാ മിനിമം വെയിറ്റ് 4 വരുമെന്ന് ചെക്കേണ്ടത്. 4 കൂടി വരില്ല എന്ന് കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും മിനിമം വെയിറ്റ് വരുള്ളൂ? 8 വരുള്ളൂ. കാരണം 8 വെയിറ്റ് ഉള്ള ഒരു വേർഡെങ്കിലും ഉണ്ട്. കാരണം ജിയിലെ ഫസ്റ്റത്തെ വേർഡ് എടുക്കുക, കുഴപ്പമില്ല. ഫസ്റ്റത്തെ റോ എടുക്കുക. ഫസ്റ്റത്തെ റോ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ബി മാത്രം ചെക്ക് ചെയ്യരുത്. ബിയുടെ അപ്പുറത്ത് ഒരു ഐയും കൂടി കിടക്കുന്നുണ്ട്. ബിയുടെ ഫസ്റ്റത്തെ റോയിൽ എത്ര വൺ ഉണ്ടോ? പ്ലസ് ഐയുടെ ഒരു വണ്ണും കൂടി ഉണ്ട്. ഓക്കെ. അപ്പൊ അതിന് ആദ്യം എന്ത് കാണിക്കണം? ഇതിന്റെ ഏത് വേർഡ് എടുത്താലും അതിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4ന്റെ മൾട്ടിപ്പിൾ ആണ് കാണിക്കണം. അപ്പൊ ഫസ്റ്റിനെ നമ്മൾ എന്തെടുക്കുക? ഇത് ഫസ്റ്റിനെ എന്ത് വിളിക്കുക? വി എന്ന് പറഞ്ഞൊരു വേർഡ് എടുത്തു. അപ്പൊ വി എന്ന് പറയുന്നത് എന്തായാലും ഈ ജിയിലെ റോസിന്റെ സമ്മായിരിക്കും അല്ലേ? ഫോർ എക്സാമ്പിൾ നമ്മൾ വിചാരിക്കുക അത് ഏതെങ്കിലും രണ്ട് റോസിന്റെ സമ്മായിരിക്കും R1+R2. അപ്പൊ നമുക്കൊരു കാര്യം അറിയാം, R1+R2 അല്ലേ? എന്താ നമുക്ക് അറിയണത്? ഈ ഇതിന്റെ ഏത് രണ്ട് റോ എടുത്തു നോക്കാം. നിങ്ങൾ ജി ആദ്യം എഴുതുക, എന്നിട്ട് അതിൽ ഏത് രണ്ട് റോ എടുത്തു നോക്കാം. അതിന് എന്തായാലും എത്ര കോമൺ വൺസ് ഉണ്ടാവും? കാരണം നമുക്ക് ഓൾറെഡി ജി നമുക്ക് അറിയാം. അതുകൊണ്ട് അതിലല്ല ഏത് രണ്ട് റോ എടുത്തു കഴിഞ്ഞാലും നമുക്കറിയാം അതിൽ രണ്ടും കോമൺ ആയിട്ടുള്ള എത്ര വൺസ് ഉണ്ടാവും നമുക്ക് നോക്കാൻ പറ്റും അല്ലെ? ഓക്കെ. ഇതിൽ ഏത് കോമൺ വൺസ് എടുത്താലും ഒന്നില്ലെങ്കിൽ 4 ആയിരിക്കും, അല്ലെങ്കിൽ അത് ഏതായിട്ടാണ് വരിക? ഓക്കെ. ഏത് രണ്ട് റോസ് എടുത്താലും എന്തായിരിക്കും? അതിന് 2, അതായത് ഈവൺ നമ്പർ ഓഫ് കോമൺ വൺസ് വരും. അതായത് 4 എന്ന് പറയാൻ പറ്റില്ല, എന്തായിരിക്കും? ഈവൺ നമ്പർ ഓഫ്, അതായത് ഈ ജിയിലെ ഏത് രണ്ട് റോസ് എടുത്താലും അതിന് ഡോട്ട് എടുത്ത് എന്ത് വരും? 0 വരും. അതായത് അതെന്തായിരിക്കും? ഒരു ഈവൺ നമ്പർ ആയിരിക്കും വരിക. ഓക്കെ. അതെപ്പോഴും ഒരു ഈവൺ നമ്പർ ആയിരിക്കും. അത് നമുക്ക് കുഴപ്പമില്ലല്ലോ. ഈവൺ നമ്പർ അത് നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ജി എന്ന് എഴുതുക. ജിനി എഴുതേണ്ട ആവശ്യമില്ല, കാരണം ഐ നമുക്ക് എപ്പോഴും എന്താ കോമൺ ആയിട്ട് ഐയിലെ രണ്ട് റോസ് തമ്മിൽ എന്തായാലും കോമൺ വൺ വരാൻ പോകില്ല. അപ്പൊ നമുക്ക് ഏത് ചെക്ക് ചെയ്താൽ മതി? ബിയിലെ ബിയിലെ ഏതെങ്കിലും രണ്ട് റോ എടുക്കുക, അതിൽ എത്ര കോമൺ വൺസ്, രണ്ടിലും കോമൺ പൊസിഷനിൽ വണ്ണ് വരുന്ന എത്ര ഉണ്ടെന്ന് ചെക്ക് ചെയ്യുക. എപ്പോഴും ഒരു ഈവൺ നമ്പർ ആയിരിക്കും വരിക. അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അതായത് ഈവൺ നമ്പർ ആണ് വരിക. അപ്പൊ V1നും അല്ല R1നും R2നും കോമൺ ആയിട്ട് എത്ര പൊസിഷനിൽ വന്നിട്ടുണ്ടിരിക്കുക? ഒരു 6 പൊസിഷനിൽ വന്നിട്ടുണ്ടിരിക്കുക. R1നും R2നും കോമൺ ആയിട്ട് എത്ര പൊസിഷനിൽ വന്നിട്ടുണ്ട്? 6 പൊസിഷനിൽ. അപ്പൊ 6 പൊസിഷനിൽ വന്നിട്ടുണ്ട്. അങ്ങനെ വെയിറ്റ് ഓഫ് വി എന്തായിരിക്കും? വെയിറ്റ് ഓഫ് R1 പ്ലസ് വെയിറ്റ് ഓഫ് R2 എടുത്തു എന്ന് വിചാരിക്കാം നമ്മ.
അപ്പൊ എന്താ ഞാൻ ഇപ്പൊ R1 ജസ്റ്റ് ഒന്ന് എഴുതി കാണിക്കണേ. ആറ് നമ്മൾ ഈവൺ പൊസിഷൻ എന്നല്ല പറഞ്ഞത്. അപ്പൊ ആർന്ന് എടുക്കണ്ടല്ലോ, 2R എടുക്കാം. ഈവൺ ആന്ന് കാണിക്കാൻ വേണ്ടിട്ട് 2R 2 ഇൻറ്റു സംതിങ് ആയിരിക്കില്ല എപ്പോഴും ഈവൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് 2R എടുക്കും. ഈ 2R പൊസിഷൻ ഈവൺ പൊസിഷൻ എന്നുള്ള രീതിയിൽ. അപ്പൊ ഈ R1ന്റെ R2ന്റെയും വെയിറ്റ് നമുക്ക് കൂട്ടിന്നിരിക്കുക. അപ്പൊ നിങ്ങൾ ഒരു വേർഡ് വിചാരിക്കുക 0 1 0 0 0. ഇത് ഞാൻ ജസ്റ്റ് വെറുതെ ഒരു വേർഡ് എഴുതുന്നതാണ്. 1 0 1 1 1 1. ഇതൊരു വേർഡ്. ഇനി ഈവൺ പൊസിഷനിൽ കോമൺ ആയിട്ട് ഞാൻ ഒരു വേർഡ് എഴുതാണ് 1 1 0 0 1 1 0 0 0 0 0. ഈ രണ്ട് വേർഡ്സ് ആണ് ജസ്റ്റ് വിചാരിക്കുക. ഇത് രണ്ടിലും ഈവൺ പൊസിഷനിലെ കോമൺ വന്നതാണ് 1 2 ഈവൺ പൊസിഷനിലെ 1 വന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിന്റെ രണ്ടിന്റെയും വെയിറ്റ് നമ്മൾ ആഡ് ചെയ്തിരിക്കാം. ഇതിന്റെ രണ്ടിന്റെയും വെയിറ്റ് നമ്മൾ ആഡ് ചെയ്യണം. അപ്പൊ ഫസ്റ്റത്തെ വെയിറ്റ് എത്രയാ? 1 2 3 4 5 6 അല്ലെ ഫസ്റ്റത്തെ വെയിറ്റ്. അപ്പൊ വെയിറ്റ് ഓഫ് എന്താ ആ വലിയ വേർഡ് അതിന് ആഡ് ചെയ്യണതിന് നമ്മൾ എന്താ, ഞാൻ ജസ്റ്റ് അതിന് ഒരു പേരിട്ട് വിളിക്കണം, U1 പ്ലസ് U2 എന്ന് പറഞ്ഞ് വിളിക്കണേ. വെയിറ്റ് ഓഫ് U1 പ്ലസ് U2 എന്ന് പറഞ്ഞാൽ എന്താ? വെയിറ്റ് ഓഫ് U1 പ്ലസ് വെയിറ്റ് ഓഫ് U2 നമ്മ കൂട്ടിന്നിരിക്കുക. അതായത് ആദ്യത്തെ എന്ത് വരും? 6 വരും. രണ്ടാമത്തെ 4 വരും. 6 പ്ലസ് 4. ഇനി വേറെ എന്തെങ്കിലും ഇവിടെ ചെയ്യാനുണ്ടോ? എന്തെങ്കിലും കോമൺ ആയിട്ടുള്ള ആളെ മൈനസ് ചെയ്തോളാണ് അല്ലേ? കോമൺ ആയിട്ടുള്ള ആളെ നമ്മൾ എത്ര പ്രാവശ്യം കൂട്ടിയിട്ടുണ്ട്? ഇത് ഇവിടെ എത്ര കോമൺ വന്നിട്ടുണ്ട്? 2 കോമൺ. ഇവിടെ എത്ര കോമൺ വന്നിട്ടുണ്ട്? 2 കോമൺ. അപ്പൊ നമ്മൾ ഇതിനെ എത്ര പ്രാവശ്യം കൂട്ടി? ഈ 2ന് 2 പ്രാവശ്യം കൂട്ടി. അതായത് കോമൺ ആയിട്ട് എത്രയാണോ അതിന് 2 ടൈംസ് ആഡ് ചെയ്തു. അപ്പൊ കോമൺ എന്ന് പറഞ്ഞാൽ എത്രയാണോ അതേ ഇൻറ്റു 2 അല്ലെ? -2 ഇൻറ്റു ആ കോമൺ ആയിട്ട് എടുക്കുന്ന ആള് 2. അപ്പൊ എത്ര ഇത് വെയിറ്റ് ഓഫ് U1 പ്ലസ് U2 എന്ന് പറഞ്ഞാൽ വരിക? 1 2 വെയിറ്റ് ഓഫ് U1 6. എന്താ വരിക? 6 അല്ലേ വന്ന്? 6 പ്ലസ് 4 മൈനസ് 4 6. സെയിം അല്ലേ? നിങ്ങൊന്ന് ആഡ് ചെയ്ത് നോക്കിക്കോ. പിന്നെ എന്തിനത് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്താണ് ഇവിടെ നമ്മ എന്ത് വരും? വെയിറ്റ് ഓഫ് U1 വെയിറ്റ് ഓഫ് U എന്ന് പറഞ്ഞാൽ എന്താ? R1ന്റെ വെയിറ്റ് പ്ലസ് R2ന്റെ വെയിറ്റ്. ഇനി എന്ത് അവിടെ നിന്ന് മൈനസ് ചെയ്ത് കളയണം? ആ കോമൺ ആയിട്ടുള്ള ആള്. ആ കോമൺ ആയിട്ടുള്ള ആളാണ് 2R. 2R ആണ് കോമൺ. അതിന് എത്ര പ്രാവശ്യം നമ്മൾ ആഡ് ചെയ്ത് പോകുന്നുണ്ട്? R1 R2 ആഡ് ചെയ്യുന്ന സമയത്ത് 2 പ്രാവശ്യം ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ എന്ത് കുറയ്ക്കും? -2 ഇൻറ്റു 2R. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുത്ത് പറഞ്ഞത്. ആ കോമൺ പൊസിഷൻ 2 പ്രാവശ്യം വരും. ഇവിടെ കോമൺ പൊസിഷൻ എന്ന് പറഞ്ഞാൽ തന്നെ 2R. ആ 2R തന്നെ 2 പ്രാവശ്യം വരും. അപ്പൊ 2 ഇൻറ്റു 2R. അപ്പൊ ഇത് നിങ്ങൾ ഒന്ന് ആലോചിക്കുക. വെയിറ്റ് ഓഫ് R1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വെയിറ്റ് ഓഫ് R1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിയിലെ ഒരു റോ ആണല്ലേ? ജിയിലെ ഒരു റോ നിങ്ങൾ നോക്കി നോക്കുക. അതിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിന്റെ മൾട്ടിപ്പിളാ? എപ്പോഴും ഒരു 4ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അത് നമുക്ക് ഓൾറെഡി തന്നേണ്ട സാധനമുള്ളൂ. അപ്പൊ നമുക്ക് വെയിറ്റിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഏത് റോ എടുത്താലും അതൊരു 4ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അതുകൊണ്ട് വെയിറ്റ് ഓഫ് R1 എന്ന് പറഞ്ഞാൽ 4ന്റെ മൾട്ടിപ്പിളാ. വെയിറ്റ് ഓഫ് R2 എന്ന് പറഞ്ഞാൽ 4ന്റെ മൾട്ടിപ്പിളാ. ഇനി 2 ഇൻറ്റു 2R എന്ന് പറഞ്ഞാൽ 4R. അതും 4ന്റെ മൾട്ടിപ്പിളാ. അപ്പൊ ഈ മൊത്തം കിട്ടണ ഈ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? മൾട്ടിപ്പിൾ ഓഫ് 4 ആയിരിക്കും. ഇതിപ്പോ നമ്മൾ എന്താ കാണിച്ചുള്ളൂ? ഏതെങ്കിലും 2 റോസിന്റെ സമ്മാണെങ്കിൽ അതെന്തായിരിക്കും? ഒരു മൾട്ടിപ്പിൾ ഓഫ് 4 ആയിട്ടാണ് കിടക്കുക. ഇനി അടുത്തത് എന്തെടുക്കുക? ഇനി ഒരു 3 റോസിന്റെ സമ്മാനം തിരിക്കുക. 3 റോസിന്റെ സമ്മാനം എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതാം? R1 പ്ലസ് R2 പ്ലസ് RK ഇങ്ങനെ എടുക്കുക. 3 റോസിന്റെ സമ്മമായിട്ട് എടുക്കുക. അപ്പൊ നമ്മൾ എന്ത് കൊടുക്കുക? ഇത്ര ആളിനെ എന്ത് കൊടുക്കുക? V1 എന്ന് കൊടുക്കുക. എന്താ? R1 പ്ലസ് R2നെ V1 എന്ന് പറഞ്ഞ് വിളിക്കാം. നമുക്ക് ഒരു കാര്യം അറിയാം, ഇത് സെൽഫ് ഡ്യൂവൽ അല്ലേ? ഈ V1 എന്ന് പറയുന്നത് സീൽ ആളാണ്. കാരണം 2 റോസിന്റെ സമ്മ് സീൽ ഉണ്ടാവും. അതുകൊണ്ട് V1 ഡോട്ട് RK എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം RK ജിയിലുള്ള ആളായതായത് സീലുള്ള ആളാണ്. അതുപോലെ V1 എന്ന് പറഞ്ഞാൽ 2 റോസിന്റെ സമ്മാണ്, അതും സീലുള്ള ആളാണ്. സീലെ 2 ആൾക്കാർ ഡോട്ട് എടുത്ത് എന്തോരും 0 വരും, സെൽഫ് ഡ്യൂവൽ ആയതുകൊണ്ട്. അതുകൊണ്ട് V1 ഡോട്ട് RK 0 ആണ്. അതുകൊണ്ട് V1നും RKക്കും എത്ര പൊസിഷനിൽ കോമൺ വൺസ് വന്നിട്ടുണ്ടാവും? ഈവൺ പൊസിഷനിൽ. അതിൽ 2 സാധനം ഡോട്ട് എടുത്ത് 0 പറഞ്ഞാൽ കോമൺ പൊസിഷനിൽ എത്ര കോമൺ പൊസിഷനിൽ 1 വന്നിട്ടുണ്ടാവും? ഈവൺ നമ്പർ ഓഫ് വന്നാലുള്ള ഈവൺ നമ്പർ ആഡ് ചെയ്താലുള്ള 0 വരുള്ളൂ. അതുകൊണ്ട് അപ്പൊ R1നും RKക്കും എന്താ? കോമൺ പൊസിഷനിൽ 2 ഈവൺ കോമൺ പൊസിഷനിൽ 2 വന്നിട്ടുണ്ട്. അപ്പൊ നേരത്തെ സെയിം കേസ് എടുക്കുക.
നേരത്തെ കേസിൽ നമ്മ R1+R2 അല്ലേ, അതായത് രണ്ടാൾക്കാർ സമ്മ എടുത്തു കഴിഞ്ഞാൽ ശരിയാവുന്നറില്ലേ. അപ്പൊ ഈ രണ്ട് കേസ് തന്നെ എടുക്കുക. അതായത് ആദ്യത്തെ ആൾ എന്താ V1 എടുക്കുക, രണ്ടാമത്തെ ആൾ ആർക്ക് എടുക്കുക, അപ്പോഴും ഈ സെയിം കേസ് തന്നെ. അതായത് ഇപ്പോഴും എന്ത് തന്നെ കിട്ടും, ഒരു 4ന്റെ മൾട്ടിപ്ലൈ ആയിട്ട് കിട്ടും. ഏതിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V1. ഇവിടെ ഇങ്ങനെയല്ല, ഇങ്ങനെ വിയുടെ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4ന്റെ മൾട്ടിപ്ലൈ കിട്ടും. അപ്പൊ എത്ര എണ്ണത്തിന്റെ സമ്മായിട്ട് എഴുതി കഴിഞ്ഞാലും അത് ഒരു 4ന്റെ മൾട്ടിപ്ലൈ ആയിട്ട് കിട്ടും. അപ്പൊ നമ്മൾ ഫസ്റ്റത്തെ കാര്യം പ്രൂവ് ചെയ്ത് എന്താ, ഇതിൽ ഏത് എലമെന്റ് എടുത്താലും അതിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4ന്റെ മൾട്ടിപ്ലൈ ആയിട്ട് കിട്ടും. ഓക്കെ, ഇനി അടുത്ത എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്, അതാണ് സ്റ്റേജ് 1 എന്ന് പറഞ്ഞിട്ട് ഒരു രീതിയുണ്ട്. ഇനി അടുത്താണ് സ്റ്റേജ് 2, 81th പേജിലെ എന്താ ഫസ്റ്റ് 11 റോസ് ഓഫ് ജി ആർ കോഡ് വേർഡ്സ് ഓഫ് 8. അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കി. ജിയിലെ ഫസ്റ്റത്തെ എലമെന്റ്സിന്റെ എല്ലാം, ഫസ്റ്റത്തെ 8 റോസിന്റെ എല്ലാം കോഡ് വേർഡ്സിന്റെ വെയിറ്റ് എന്താ 8 ആണ്. അപ്പൊ ഇനി 12ന്റെ കേസ് വേണ്ട. അപ്പൊ 8 വെയിറ്റ് ഉള്ള ഒരു വേർഡ് ഉണ്ട്, ഇനി മിനിമം വെയിറ്റ് 8 ആണെന്ന് കാണിച്ചാൽ പോരെ. അപ്പൊ ഇതിന് എന്തും കൂടി കാണിക്കണം, 4 വെയിറ്റ് ഉള്ള വേർഡ് ഇല്ല എന്നും കൂടി കാണിക്കണം അല്ലേ. അതായത് ഇപ്പൊ നമുക്ക് ആകെ 2 ചാൻസ് ഉള്ളൂ, ഏതാ 4ഉം 8ഉം. 12 മിനിമം ഇനി ആവില്ലല്ലോ, കാരണം 8 വന്നു ഓൾറെഡി. അപ്പൊ ഇനി 4 വരില്ല എന്നും കൂടി കാണിച്ചാൽ പോരെ. അപ്പൊ ഇനി സപ്പോസ് വിചാരിക്കുക 4 വെയിറ്റ് ഉള്ള ഒരു വേർഡ് ഉണ്ട് എന്ന് വിചാരിക്കാം. ഏതായിട്ട് എടുക്കുക, വി. വി എന്ന് പറയുന്നത് സിയിലൊരു വേർഡാണ്, സച്ചായിട്ട് വെയിറ്റ് ഓഫ് വി എന്തായിട്ട് എടുക്കുക, 4 ആയിട്ട് എടുക്കുക. അപ്പൊ വി എന്ന് പറഞ്ഞാൽ അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, നമ്മളൊരു തിയറം വെച്ചിട്ട് അതിനെ U1 ഇൻറ്റു ജി എന്ന് പറഞ്ഞിട്ട് എഴുതാം അല്ലെ. അതിനെ U1 ഇൻറ്റു ജി, അതായത് സിയിലുള്ള ഏത് കോഡ് വേർഡിനെയും നമുക്ക് എങ്ങനെ എഴുതാം, സം U ഇൻറ്റു ജി എന്ന് പറഞ്ഞിട്ട് എഴുതാം, വേറെ U ബിലോങ്സ് ടു K⁻K എന്ന് പറഞ്ഞത് നമ്മളൊരു തിയറം പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ ഇവിടെ U1 ഇൻറ്റു ജി, ഇവിടെ U1 എന്ന് പറയുന്നത് ഏതിൽ കിടക്കുന്ന വേർഡ് ആയിരിക്കും, എത്ര ലെങ്ത് ഉള്ള വേർഡ് ആയിരിക്കും, ജി വെച്ച് മൾട്ടിപ്ലൈ എന്നുണ്ടെങ്കിൽ 12 ലെങ്ത് ഉള്ള വേർഡ് ആയിരിക്കും അല്ലെ. അപ്പൊ 12 ലെങ്ത് ഒരു വേർഡ് ആയിട്ട് ഇങ്ങനെ എടുക്കാം. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, U1 ഇൻറ്റു ജി എന്ന് പറഞ്ഞാൽ എന്താ IB ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, ഐഡന്റിറ്റി മൾട്ടിപ്ലൈ ചെയ്താൽ U1 തന്നെ വരും, കോമ U1B നമുക്ക് എഴുതാം അല്ലെ. അപ്പൊ ഇനി വിയുടെ വെയിറ്റ് എന്താ 4 ആണ്. അപ്പൊ അറ്റ്ലീസ്റ്റ് ഈ ഇപ്പൊ ഇത് 2 കഷ്ണമായിട്ടല്ല ഇപ്പൊ വി കിടക്കുന്നത്. ആദ്യത്തെ ഒരു 12, വിയുടെ ലെങ്ത്, വി സിയിലുള്ള അതിന്റെ ലെങ്ത് 24 ആണ്. അപ്പൊ ആദ്യത്തെ 12 എണ്ണം എന്ന് പറഞ്ഞാൽ വിയുടെ ആദ്യത്തെ 12 ഡിജിറ്റ്സ് എന്ന് പറഞ്ഞാൽ U1 തന്നെ, അടുത്ത 12 ഡിജിറ്റ്സ് എന്ന് പറഞ്ഞാൽ U1 ഇൻറ്റു ബി ആണ് അല്ലെ. അപ്പൊ ഈ അപ്പൊ ഇത് ഹാഫ് ആയിട്ട് കിടക്കണേ. അപ്പൊ അറ്റ്ലീസ്റ്റ് ഒരു ഹാഫിനെങ്കിലും ഇതിന്റെ വെയിറ്റ് എന്താവണം, അതായത് ഇതിന്റെ ഒരു ഹാഫിനെങ്കിലും മാക്സിമം എത്ര 2s വരാൻ പറ്റുള്ളൂ. അതായത് ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ വിചാരിക്കുക, അതായത് ഇതിന്റെ ആദ്യത്തെ ഹാഫിന്റെ വെയിറ്റ് ഗ്രേറ്റർ ദാൻ 2 ആണ്, രണ്ടാമത്തെ ഹാഫിന്റെ വെയിറ്റും ഗ്രേറ്റർ ദാൻ 2 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മൊത്തം എത്ര വെയിറ്റ് ആവും, ഗ്രേറ്റർ ദാൻ 4 ആവും. അത് പോസിബിൾ അല്ല, നമ്മുടെ 4 എന്ന് പറഞ്ഞാൽ എടുത്താൽ മതി. അപ്പൊ അറ്റ്ലീസ്റ്റ് ഒരു ഹാഫിനെങ്കിലും വെയിറ്റ് എന്തായിരിക്കണം, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്തായിരിക്കണം, 4 ആയിരിക്കണം. അതായത് അറ്റ്ലീസ്റ്റ് ഒരു ഹാഫിനെങ്കിലും, അറ്റ്ലീസ്റ്റ് അല്ല രണ്ട് ഹാഫിന് എന്തായിരിക്കണം, ഇതിന്റെ വെയിറ്റ് ലെസ് ദാൻ 4 ആയിരിക്കണം. സോറി, ലെസ് ദാൻ 2 ആയിരിക്കണം അല്ലെ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ഉണ്ട്. അതായത് മാക്സിമം ഇതിന്റെ ഒരു ഹാഫിൽ എത്ര 2s വരാൻ പറ്റുള്ളൂ, 2 2s വരാൻ പറ്റുള്ളൂ അല്ലെ. ആണ്. അങ്ങനെയാണെങ്കിൽ ഈ U1ന്റെ വെയിറ്റ്, അതായത് ഇതിന്റെ ഫസ്റ്റത്തെ ഹാഫ് U1 അല്ലേ, U1ന്റെ വെയിറ്റിന് മാക്സിമം 2 വരാൻ പറ്റുള്ളൂ. അതായത് U1ന് എത്രയൊക്കെ വെയിറ്റ് വരാം, 0 വരാം, 1 വരാം, 2 വരാം. ഈ 3 കേസല്ലേ ഉള്ളൂ. അപ്പൊ നമുക്ക് വീണ്ടും 3 കേസായിട്ട് തിരിക്കാം. എന്താ, വെയിറ്റ് ഓഫ് U1 എന്ന് പറയുന്നത് 0 ആയിട്ട് എടുത്തു. വെയിറ്റ് ഓഫ് U1 0 എന്ന് പറഞ്ഞാൽ അത് എന്ത് വേർഡാ, 0 വേർഡ് അല്ലേ. അതായത് എന്താ, U1, U1B എന്ന് പറഞ്ഞാൽ എന്താ വരും, അപ്പൊ U1, U1B എന്ന് പറഞ്ഞാൽ എന്ത് വരും, 0, പിന്നെ 0 ഇൻറ്റു എന്ത് വന്നാലും 0, അത് 0 വേർഡ് എന്ന് വരും. അതായത് വി എന്ന് പറയുന്നത് എന്താ, ഒരു 0 വേർഡാന്ന് പറഞ്ഞെടുത്തു. പക്ഷെ മിനിമം ഡിസ്റ്റൻസ് വെക്കുന്നത് മിനിമം വെയിറ്റ് ആണ്, അത് നോൺ 0 വേർഡ് ആയിരിക്കണം നിർബന്ധമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ 0 വേർഡ് എന്നുള്ള കൺസെപ്റ്റ് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. അതായത് വെയിറ്റ് ഓഫ് U1 0 ആണെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല, അത് നമുക്ക് കൂട്ടേണ്ട ആവശ്യമില്ല. ഇനി അടുത്ത് എന്താ, വെയിറ്റ് ഓഫ് U1 എന്തായിട്ട് എടുക്കുക,
1 ആയിട്ട് എടുക്കുക. അപ്പൊ നമുക്ക് വെയിറ്റ് ഓഫ് വി എന്ത് വരും? വെയിറ്റ് ഓഫ് യു വെയിറ്റ് ഓഫ് u1 പ്ലസ് വെയിറ്റ് ഓഫ് u1b അല്ലേ കിട്ടുക? അതായത് ഈ രണ്ട് സാധനം തൊട്ട് മുകളിൽ u1 u1b അതിന്റെ രണ്ടിന്റെയും വെയിറ്റ് ആഡ് ചെയ്യണം അല്ലേ? അപ്പൊ വെയിറ്റ് ഓഫ് u1 എന്ന് പറയുന്നത് എന്താ? 1 ആണ്. പ്ലസ് ഇനി അടുത്ത എന്താ? വെയിറ്റ് ഓഫ് u1b. u1ന്റെ വെയിറ്റ് 1 അല്ലേ? അപ്പൊ u1ന്റെ പ്രത്യേകത എന്താ? 24 ലെങ്ത് ഉള്ള വീട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് 1, അതായത് ഏതോ ഒരു യൂണിറ്റ് ലിനിയർ യൂണിറ്റ് വെക്ടർ എന്നൊക്കെ പറയണ പോലെ ഒരു 24 ലെങ്ത് ഉള്ള ഒരു വേർഡിൽ ഒരു ഡിജിറ്റ് 1, ബാക്കിയെല്ലാം 0. അപ്പൊ അത് ഇൻറ്റു ഒരു മെട്രിക്സ് ബി ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? ബിയുടെ ഏതെങ്കിലും ഒരു റോയ് ആയിരിക്കും അതിന്റെ ഉത്തരം വരാൻ പോണത്. അതായത് u1b ചെയ്ത് കഴിഞ്ഞാൽ ബിയിലെ ഏതെങ്കിലും ഒരു റോ ആയിരിക്കും കിട്ടണത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. അതായത് ഇപ്പൊ u1 എന്ന് പറയുന്നത് 15ാമത്തെ പൊസിഷനില്, സോറി u1ന്റെ ലെങ്ത് 12 u1 എന്ന് പറയുന്നത് 10ാമത്തെ പൊസിഷനിൽ 1ഉം ബാക്കിയെല്ലാം 0 ആണെങ്കിൽ നമുക്ക് ആ മൾട്ടിപ്ലൈ കഴിഞ്ഞാൽ എന്തായിരിക്കും ഉത്തരം കിട്ടാൻ പോണത്? നിങ്ങൾ ജസ്റ്റ് ചെയ്ത് നോക്കുക. 10ാമത്തെ റോ ആയിരിക്കും കിട്ടാൻ പോണേ. അതൊരു ഒബ്വിയസ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ബിയുടെ ഏതെങ്കിലും ഒരു റോ ആയിരിക്കും ഇവിടെ കിട്ടാൻ പോണേ. ബിയുടെ ഏത് റോ എടുത്താലും അതിന്റെ വെയിറ്റ് എന്താ? അറ്റ്ലീസ്റ്റ് 4 എങ്കിലും വരും. അതായത് വെയിറ്റ് ഓഫ് u1b എന്താ? ഗ്രേറ്റർ ദാൻ 4 ആ വരിക. അപ്പൊ ഒരു എന്താ അവിടെ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? ഒരു നമ്പർ കിട്ടും, ഒരു കെ എന്നെങ്ങാനും വിളിക്കുക. പക്ഷെ കെ എന്താ? 4നേക്കാളും വലുത്. അപ്പൊ 1 പ്ലസ് കെയോ ഗ്രേറ്റർ ദാൻ 4 അല്ലേ? അപ്പൊ ഇവിടെ വെയിറ്റ് ഓഫ് വി എന്ത് വരാൻ പറ്റില്ല? 4 വരാൻ പറ്റില്ല. അപ്പൊ വെയിറ്റ് ഓഫ് u1 എടുത്തു കഴിഞ്ഞാലും വെയിറ്റ് ഓഫ് വി എന്താവും? ഗ്രേറ്റർ ദാൻ 4 വരും. അത് പോസിബിൾ അല്ല. അപ്പൊ ഈ കേസും കളയണം. ഇനി അടുത്ത എന്താ? വെയിറ്റ് ഓഫ് u1 എന്താ? 2 എടുത്തു എന്നിരിക്കുക. അപ്പോഴെന്താ വരിക? വെയിറ്റ് ഓഫ് വി വെയിറ്റ് ഓഫ് u1 പ്ലസ് വെയിറ്റ് ഓഫ് u1b. വെയിറ്റ് ഓഫ് u1 എന്താ? 2 ആണ്. പ്ലസ് ഇനി u1b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ u1 എന്താ? രണ്ട് പൊസിഷനിൽ 1ഉം ബാക്കിയെല്ലാം 0 അല്ലേ? അപ്പൊ ഏതൊക്കെ പൊസിഷനിലാണോ 1 വന്നാണ്, ഇപ്പൊ സെക്കൻഡ് പൊസിഷനിലും ഫിഫ്ത് പൊസിഷനിലും 1 വന്നിരിക്കുക. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? u1b കിട്ടാനായിട്ട് സെക്കൻഡ് റോയും ഫിഫ്ത് റോയും ആഡ് ചെയ്താൽ മതി. അപ്പൊ ഇതിൽ ഏതെങ്കിലും രണ്ട് റോ ആഡ് ചെയ്യണം. അതും എന്താ? ഒരു മൾട്ടിപ്പിൾ ഓഫ് 4 അല്ലേ കിട്ടുക? രണ്ട് റോസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, രണ്ട് റോസ് ആഡ് ചെയ്താൽ മൾട്ടിപ്പിൾ ഓഫ് 4. അപ്പൊ അറ്റ്ലീസ്റ്റ് അത് 4 എങ്കിലും വരും. അപ്പൊ ഒരു കെ ആണ്, അറ്റ്ലീസ്റ്റ് എന്ത് വരും? ഒരു 4 എങ്കിലും വരും. അപ്പൊ 2 പ്ലസ് കെ എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രേറ്റർ ദാൻ 4 അല്ലേ? അപ്പൊ ഈ കേസും പറ്റില്ല. വെയിറ്റ് ഓഫ് വി 4 ആയിട്ടുണ്ട് എടുത്ത്. അതുകൊണ്ട് 3 കേസും പറ്റില്ല. പക്ഷെ വെയിറ്റ് ഓഫ് u1 ഏതെങ്കിലും ഒന്നായേ പറ്റൂ. അപ്പൊ ഇങ്ങനെ ഒരു കേസ് വരാനും പറ്റില്ല. അപ്പൊ നമുക്ക് മൊത്തത്തിൽ ഒരു കോൺട്രഡിക്ഷൻ ആയില്ലേ? ഈ കോൺട്രഡിക്ഷൻ വരാൻ കാരണം എന്തായിരുന്നു? വെയിറ്റ് ഓഫ് വി ഒരു 4 വെയിറ്റ് ഉള്ള ഒരു വേർഡ് ഉണ്ടെന്ന് പറഞ്ഞെടുത്താണ്. അപ്പൊ നമ്മുടെ there does not exist a there does not exist a v belongs to c such that weight of v equal to 4. അതായത് 4 ലെങ്ത് ഉള്ള 4 വെയിറ്റ് ഉള്ള ഒരു വേർഡും ഇല്ല. പക്ഷെ 12 ലെങ്ത് ഉള്ളത് ഓൾറെഡി, അത് 12 ലെങ്ത് ഉള്ള വേർഡ് ഉണ്ടാവാണ്ടിരിക്കാം. പക്ഷെ 12 ലെങ്ത് മിനിമം എന്ന് പറയാൻ പറ്റില്ലല്ലോ? പറ്റില്ല. അതുകൊണ്ട് ഇതിന്റെ മിനിമം വെയിറ്റ് എത്ര വരിക? 8 വരിക. 8 ലെങ്ത് ഉള്ള വേർഡ് ഉണ്ട്. അതുകൊണ്ട് ഇതിന്റെ ഡിസ്റ്റൻസ് എത്ര വരിക? 8 ആണ് വരിക. ഇനി അടുത്തത് C24 3 എറർ കറക്റ്റിംഗ് കോഡ്. അതെന്താ? ഏതൊക്കെ മേറേഴ്സ് ആണ് അത് കറക്റ്റ് ചെയ്യുക? ഇന്റിജർ പാർട്ട് ഓഫ് d-1/2. അപ്പൊ ഇന്റിജർ പാർട്ട് ഓഫ് 8 - 1/2 അതെന്താ? 7/2ന്റെ ഇന്റിജർ പാർട്ട്, 3.5ന്റെ ഇന്റിജർ പാർട്ട്, അതായത് 3. അപ്പൊ 3 എറർ കറക്റ്റിംഗ് കോഡാണ്. ഇനി അടുത്താണ് ഈ ഡീകോഡിംഗ് ഇൻ എക്സ്റ്റൻഡഡ് ക്വയറി കോഡ്. അതിന്റെ ആദ്യം ഞാൻ അൽഗോറിതം പറയാം. ഇതിന്റെ എക്സ്പ്ലനേഷൻ നമുക്ക് കുറച്ച് അത് പറയാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത് കുറെ ടൈം പോകും. അത് നമുക്കാണെങ്കിൽ ഒരു ഓഫ്ലൈൻ ക്ലാസ് ആയിട്ട് എടുത്ത് ചെയ്യാം. അടുത്ത അതിന്റെ അൽഗോരിതം ആണ്. അപ്പൊ ഇതിന്റെ അൽഗോരിതം കണ്ടുപിടിക്കണമെങ്കിൽ കുറച്ച് ലെങ്തി അല്ല, കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ചെയ്യേണ്ട കുറച്ച്. കാരണം ഈ മെട്രിക്സ് ഉണ്ടല്ലേ, എച്ച് എന്ന് പറഞ്ഞ മെട്രിക്സ് എന്താ? IB. അതായത് ഒരു 12/12 ഐഡന്റിറ്റിയും ബി എന്ന് പറഞ്ഞാൽ വലിയ മെട്രിക്സ് എഴുതണം. എന്നിട്ട് അത് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. കാരണം നമുക്ക് സിൻഡ്രോം കണ്ടുപിടിക്കണം. ഒരു W തന്നു കഴിഞ്ഞാൽ W×H കണ്ടുപിടിക്കണം. അപ്പൊ നിങ്ങൾ ആലോചിക്കണം എത്ര വലിയ മെട്രിക്സ് ആണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ട വരാന്ന്. അപ്പൊ അതൊരു ബുദ്ധിമുട്ടാണ്. പക്ഷെ നിങ്ങൾ മൊത്തം H വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണ്ട. നിങ്ങൾ ജസ്റ്റ് B വെച്ച് മൾട്ടിപ്ലിക്കേഷൻ എന്തായാലും ഉണ്ടാവും. കാരണം ഒരു 12/12 മെട്രിക്സും നമ്മുടെ W തമ്മിൽ എന്തായാലും നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്താൽ പറ്റും. അപ്പൊ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് സ്റ്റെപ്പ് സിൻഡ്രോം കണ്ടുപിടിക്കുക. സിൻഡ്രോം എന്താ? WH. നമ്മൾ സാധാരണ കണ്ടുപിടിക്കുന്ന WH. അതായത് നിങ്ങൾക്ക് ഒരു W തന്നു, ഒരു റിസീവ്ഡ് കോഡ് തന്നു. അതിന് നമ്മൾ എന്ത് ചെയ്യുക? H വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം WH എന്ന് പറഞ്ഞാൽ എന്താ? W നമ്മുടെ എപ്പോഴും യൂസ് ചെയ്യുന്നത് W × IB എന്ന് എടുക്കാം.
ഡബ്ല്യുവിന്റെ ഐ ബി എന്ന് എടുക്കാം. അതായത് ഫസ്റ്റത്തെ ഡബ്ല്യുവിന്റെ ഐ ബി ചെയ്യുമ്പോൾ എന്താ വരിക? അത് നിങ്ങൾ അത് ചെയ്ത് നോക്കാം. അത് ഡബ്ല്യുവിന്റെ ഐ ബി ചെയ്യാം. നമുക്കിപ്പോ ഒരു വേർഡ് ഇല്ലല്ലോ, നമുക്ക് അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ വെച്ച് നോക്കാം. പക്ഷെ എക്സാമ്പിൾ ഇതിൽ എഴുതി കഴിഞ്ഞാൽ തീരില്ല. അതാണ് എക്സാമ്പിൾ നിങ്ങൾ ചെക്ക് ചെയ്ത് എളുപ്പമാണ്, പക്ഷെ ചെയ്യാനുള്ളൊരു ലെങ്തി ആണ് ഇത് കുറച്ച്. അപ്പൊ ഡബ്ല്യുവിന്റെ എച്ച് എന്ന് പറഞ്ഞാൽ എന്താ? ഡബ്ല്യുവിന്റെ ഐ ബി. അപ്പൊ നമുക്കൊരു വേർഡ് കിട്ടുമല്ലേ? അതായത് ഒരു എത്ര ലെങ്ത് ഉള്ള വേർഡ് കിട്ടും? ഡബ്ല്യു എന്ന് പറയുന്നത് 1/24, അത് 24/12. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1/12 ലെങ്ത് ഉള്ള ഒരു 12 ഡിജിറ്റ്സ് ഉള്ള ഒരു വേർഡ് കിട്ടും, 12 ലെങ്ത് ഉള്ള ഒരു വേർഡ് കിട്ടും. അതാണ് നമ്മുടെ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിൻഡ്രോം. അപ്പൊ നമുക്കൊരു സിൻഡ്രോം കിട്ടിയില്ലേ? 12 ഡിജിറ്റ് ഉള്ള ഒരു വേർഡ് കിട്ടും, സിൻഡ്രോം കിട്ടും. അപ്പൊ ഈ സിൻഡ്രോം, അതായത് നമുക്ക് 12 ഡിജിറ്റ് ഉള്ള ഈ വേർഡ് കിട്ടിയതിന്റെ വെയിറ്റ് നോക്കാം. അതെന്താ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. അതായത് ഈ എസിന്റെ ലെങ്ത് വെയിറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആണെന്നിരിക്കുക. വെയിറ്റ് ഓഫ് എസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആണ് വന്നിരിക്കുക. അപ്പൊ പിന്നെ നമുക്ക് ഇനി അടുത്ത സ്റ്റെപ്പിക്കൊന്നും പോകണ്ട, ഒറ്റയടിക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3, അതായത് 3യോ 3നേക്കാളും ചെറുതോ ഒരു വെയിറ്റ് ആണ് വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? പിന്നെ അധികം സ്റ്റെപ്പിക്ക് പോകണ്ട, എറർ പാറ്റേൺ ആയിട്ട് ഏത് എഴുതാം? എസ് കോമ 0. അത് യു എറർ പാറ്റേൺ എന്ന് പറഞ്ഞാൽ എന്താ? എസ്. അതായത് ആദ്യത്തെ 12 ഡിജിറ്റ്സ് എസ് തന്നെ എഴുതുക, അടുത്ത 12 ഡിജിറ്റ്സ് 0 എഴുതുക. എന്നിട്ട് ഈ യു കിട്ടിയതിനെ ഡബ്ല്യു വെച്ച് ആഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? സെന്റ് വേർഡ് കിട്ടും. അപ്പൊ വെയിറ്റ് ഓഫ് എസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആണെങ്കിൽ അവിടെ അത്രയും ചെയ്യാം. ഇനി അടുത്ത് എന്ത് ചെയ്യണം? വെയിറ്റ് ഓഫ് എസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 അല്ലാന്നിരിക്കുക. അപ്പൊ നമ്മൾ അടുത്ത സ്റ്റെപ്പിക്ക് പോകണം. അടുത്ത സ്റ്റെപ്പ് എന്താ വരിക? നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ടുപിടിച്ചാണ് എസിന്റെ ഒപ്പം ഓരോ വെയിറ്റ് ഓഫ് എസ് പ്ലസ് ബി വണ്ണുകൾ കണ്ടുപിടിക്കുക. അതായത് വെയിറ്റ് ഓഫ് എസ് പ്ലസ് ബി വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബി വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോറി ബി വൺ അല്ല ബി ഐ ആണ്, ബി വൺ അല്ല ബി ഐ. ആ വെയിറ്റ് ഓഫ് എസ് പ്ലസ് ബി വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എസിന്റെ ഒപ്പം നമ്മൾ എന്ത് ആഡ് ചെയ്യുക? ആദ്യം ബി എന്ന് പറഞ്ഞ മെട്രിക്സിന്റെ ഫസ്റ്റ് റോ ആഡ് ചെയ്യുക. അതായത് എസിന്റെ ഒപ്പം ബി വൺ എന്ന് പറഞ്ഞ ഫസ്റ്റ് റോ, ബി ടു എന്ന് പറഞ്ഞ സെക്കൻഡ് റോ, ബി ആണേ ശ്രദ്ധിക്കണം. അപ്പൊ എസിന്റെ ഒപ്പം ആദ്യം ബിയുടെ ഫസ്റ്റ് റോ ആഡ് ചെയ്യാം. ആഡ് ചെയ്തു, അതിന്റെ വെയിറ്റ് നോക്കുക. ഇനി അടുത്ത് വെയിറ്റ് ഓഫ് എസ് പ്ലസ് ബി ടു കണ്ടുപിടിക്കുക, അതിന്റെ വെയിറ്റ് നോക്കുക. അപ്പൊ അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് വെച്ചിട്ട് വെയിറ്റ് ഓഫ് എസ് പ്ലസ് ഏതെങ്കിലും ഒരു ബി ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 വന്നിരിക്കുക. ചിലപ്പോ ഫസ്റ്റത്തെ സ്റ്റെപ്പിൽ തന്നെ വെയിറ്റ് ഓഫ് എസ് പ്ലസ് ബി വൺ തന്നെ എന്തായിട്ട് വന്നിരിക്കുക, 2ഓ 2നേക്കാളും ചെറിയ വെയിറ്റ് ആണ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ച് തന്നെ നിർത്താം. എവിടെ വെച്ചാൽ കിട്ടണം അവിടെ വെച്ച് നിർത്താം. അപ്പൊ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യേണ്ടത്? എറർ പാറ്റേൺ ആയിട്ട് ഏത് ചൂസ് ചെയ്യാം? എസ് പ്ലസ് ബി വൺ, ബി വൺ അല്ല, എവിടെയാണോ വന്നതാണ് അത് എസ് പ്ലസ് ബി ഐ കോമ ഇ ഐ. ഈ ഇ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ വിചാരിക്കുക, 5th റോ ആഡ് ചെയ്തപ്പോഴാണ് വെയിറ്റ് ഓഫ് എസ് പ്ലസ് ബി 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 വന്നിരിക്കുക. അപ്പൊ യു ആയിട്ട് എന്തെടുക്കുക? എസ് പ്ലസ് ബി 5 കോമ 5th പൊസിഷനിൽ, പിന്നെ അടുത്തെന്തോ ഒരു E5 എഴുതണം അല്ലേ? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 എന്നുള്ള വേർഡാണ്. അതില് 5th പൊസിഷനിൽ 1, ബാക്കിയെല്ലാം 0. E5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5th പൊസിഷനിൽ 1, ബാക്കിയെല്ലാം 0. നമ്മൾ സാധാരണ മറ്റേ സ്റ്റാൻഡേർഡ് ഓർഡർ ബേസ് ഒക്കെ എഴുതണ പോലെ ഞാൻ E5 ഞാൻ എഴുതി കാണിച്ചു തരാം. 12 ലെങ്ത്തുള്ള വേർഡ് ആയിരിക്കണം. 1 2 3 4 5ാമത്തെ പൊസിഷനിൽ 1, ബാക്കി എത്ര കൂടി എഴുതണം? 1 2 3 4 6 7 8 9 10 11 12. ഇതാണ് വേർഡ്. E5 എന്ന് പറഞ്ഞാൽ ഇതാണ്. എന്താ? 5th പൊസിഷനിൽ 1ഉം ബാക്കിയെല്ലാം 0 ആയിട്ടുള്ള വേർഡ്, 12 ലെങ്ത്തുള്ള വേർഡ്. അപ്പൊ ഇനി ഇത് ഇവിടെ വെച്ച് നമുക്ക് കഴിഞ്ഞില്ല എന്നിരിക്കുക. അതായത് ഒരു ബി വണ്ണോ ബി ടു ബി ത്രീ അതുപോലെ ബി 12 വരെ ആഡ് ചെയ്തിട്ട് പോലും ഒന്നിന്റെയും വെയിറ്റ് ലെസ് ആണോ ഈക്വൽ ടു 2 വന്നില്ല. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് അടുത്ത സ്റ്റെപ്പിക്ക് പോകണം. അതാണ് ഫോർത്ത് സ്റ്റെപ്പ്. സെക്കൻഡ് സിൻഡ്രോം കണ്ടുപിടിക്കണം. അപ്പൊ ഫസ്റ്റ് സിൻഡ്രോം വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി എന്ത് കണ്ടുപിടിക്കണം? സെക്കൻഡ് സിൻഡ്രോം എങ്ങനെയാ കണ്ടുപിടിക്കാന്നാണ് അടുത്തത്. എന്ത് കണ്ടുപിടിക്കണം? എസ് ഇൻറ്റു ബി, അതായത് നമ്മുടെ ഫസ്റ്റ് സിൻഡ്രോം ഇൻറ്റു ബി ചെയ്യണം. മനസ്സിലായ? അതായത് സെക്കൻഡ് സിൻഡ്രോം ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇപ്പൊ തന്നെ ലെങ്തി ആയി, ചിലപ്പോ ഇവിടെ വെച്ച് തീർന്നില്ല എന്ന് വിചാരിക്കാം, വരാം. അപ്പൊ എന്താ സെക്കൻഡ് സിൻഡ്രോം എങ്ങനെയാ കണ്ടുപിടിക്കുക? നമ്മുടെ ഫസ്റ്റ് സിൻഡ്രോം ഇൻറ്റു ബി ചെയ്യുക. അപ്പൊ നമുക്കൊരു വേർഡ് കിട്ടില്ലേ? ആ വേർഡിന്റെ വെയിറ്റ് നോക്കുക. അതായത് വെയിറ്റ് ഓഫ് എസ് ബി എന്താ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആണെന്നിരിക്കുക. അങ്ങനെയാണെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 വന്നിരിക്കുക. അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? യു ആയിട്ട് എഴുതെടുക്കുക 0 കോമ എസ് ബി. 0 എന്ന് പറയുന്നത് എന്താ? 12 ലെങ്ത്തുള്ള 0 വേർഡ്, 0 0 0 0 12 ലെങ്ത്തിൽ 0 കോമ പിന്നെ നമുക്ക് കണ്ടുപിടിച്ചാൽ എസ് ബിയും കൂടി എഴുതാം. അതായിരിക്കും എന്ത് വരിക? എറർ കോഡായിട്ട്, എറർ പാറ്റേൺ ആയിട്ട് വരിക. അത് കഴിഞ്ഞിട്ട് ബി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? യുവിന്റെ ഒപ്പം ഡബ്ല്യു ഇടാൻ മതി. ഇനി
ഈ സെക്കൻഡ് സിൻഡ്രോമിന്റെ വെയിറ്റ് ലെസ് ആൻ ഓർ ഈക്വൽ ടു 3 അല്ല, ഗ്രേറ്റർ ദാൻ 3 ആണെന്ന് ഇരിക്കുക. അപ്പൊ നമ്മൾ അടുത്ത സ്റ്റെപ്പിക്ക് വേണം. അതെന്താ? നമ്മൾ നേരത്തെ ചെയ്ത് തന്നെ, എന്താ? വെയിറ്റ് ഓഫ് എസ് ബി പ്ലസ് ബി ഐകൾ ചെയ്യണം. അത് നേരത്തെ ചെയ്ത സെയിം, ഫസ്റ്റ് സിൻഡ്രോമിന് ചെയ്ത സെയിം കാര്യം തന്നെ ഇവിടെയും ചെയ്യണം. എന്താ? എസ് ബി എടുക്കുക, അതിനെ ഓരോ റോസ് ആയിട്ട് ആഡ് ചെയ്യുക. ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, അങ്ങനെ ഏതെങ്കിലും ഒരു റോയിൽ വെച്ചിട്ട് അതിന്റെ വെയിറ്റ് ലെസ് ആൻ ഓർ ഈക്വൽ ടു 2 ഒന്നിരിക്കുക. ആ ലെസ് ആൻ ഓർ ഈക്വൽ ടു 2 വരുന്ന കേസ് എടുക്കുക. അതിൽ നിന്ന് എന്താ? യു ഈക്വൽ ടു ഇ ഐ കോമ എസ് ബി പ്ലസ് ബി ഐ. അത് നേരത്തെ ഇതിന്റെ തല തിരിച്ചു വരും. ഈ തൊട്ട് മുകളിലത്തെ കേസിൽ നമ്മൾ യു 0 എസ് ബി നിർത്ത പോലെ ഇവിടെ എന്താ വരിക? ഇ ഐ കോമ എസ് ബി പ്ലസ് ബി ഐ. ഫിഫ്തിലാണെങ്കിൽ യു ആയിട്ട് നമ്മൾ എടുക്കും ഇ5 കോമ പ്ലസ് അല്ല കോമ ഇ എസ് ബി പ്ലസ് ബി ഐ. എസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയതൊന്ന് നമ്മൾ സെക്കൻഡ് സിൻഡ്രോമായിട്ട് കണ്ടുപിടിക്കും ഓൾറെഡി, എന്നിട്ടാണ് നമുക്ക് ചെയ്തു തരാം. അപ്പൊ എസ് ബി അങ്ങനെ തന്നെ അല്ല എഴുതുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഇനി ഇങ്ങനെ സ്റ്റെപ്പ് നമ്മൾ വന്നിട്ടും ഒന്നിന്റെയും വെയിറ്റ് ലെസ് ആൻ ഓർ ഈക്വൽ ടു 2 ഒന്നുമില്ല എന്നിരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് ഡീകോഡ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യും? അത് റീട്രാൻസ്ലേഷന് വേണ്ടി ആയിരിക്കും. ഈ സ്റ്റെപ്പിനുള്ളിൽ നമുക്ക് ഡീകോഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടാവുന്നതാണ് അതിന്റെ അർത്ഥം. നിങ്ങൾ ചെക്ക് ചെയ്യാൻ മിക്കവാറും ഡീകോഡ് ചെയ്യാൻ പറ്റുന്നതാണൊക്കെ തരാം. ഇതിൽ എക്സാമ്പിൾ ചെയ്ത് നോക്കുക. എന്നിട്ട് ഏതെങ്കിലും എക്സാമ്പിൾ കിട്ടണില്ലെങ്കിൽ പറഞ്ഞാൽ മതി, അത് ഞാൻ ചെയ്തയക്കാം. നമുക്ക് അടുത്ത ഇതിലേക്ക് പോവാം. അടുത്താണ് നമ്മൾ നേരത്തെ ഹാമിംഗ് കോഡ് പറഞ്ഞൊരു കോഡ് ഉണ്ടായിരുന്നു, ഗോലെ കോഡ്. നമ്മളിപ്പോ എക്സ്റ്റൻഡഡ് ഗോലെ കോഡ് കഴിഞ്ഞിട്ടാ ഗോലെ കോഡിക്ക് പറഞ്ഞത്. അപ്പൊ അതാണ്. അപ്പൊ ഇവിടെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും, എന്തുകൊണ്ടായിരിക്കും എക്സ്റ്റൻഡഡ് ഗോലെ കോഡ് കഴിഞ്ഞിട്ട് ഗോലെ കോഡിക്ക് വന്നേണെന്ന് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും അല്ലെ? അത് ലാസ്റ്റ് നമുക്ക് ഡീ കോഡിങ്ങിൽ മനസ്സിലാവും ചെയ്യും. അതായത് ഗോലെ കോഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ എക്സ്റ്റൻഡഡ് കോഡ് പറഞ്ഞായിരുന്നു അല്ലെ? എങ്ങനെയാണ് ഒരു കോഡിൽ നിന്ന് എക്സ്റ്റൻഡഡ് കോഡ് ഉണ്ടാക്കണേ, അതുപോലെ അത് തന്നെ നമ്മൾ റിവേഴ്സ് ചെയ്യുക. അതായത് എക്സ്റ്റൻഡ് കോഡിൽ നിന്ന് കോഡ് ഉണ്ടാക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? എക്സ്റ്റൻഡഡ് ഗോലെ കോഡിൽ നിന്ന് ഗോലെ കോഡ് കിട്ടും. എക്സ്റ്റൻഡഡ് ഗോലെ കോഡിന്റെ ലെങ്ത് എന്തായിരുന്നു? 24 ആയിരുന്നു. അപ്പൊ ഗോലെ കോഡിന്റെ ലെങ്ത് എന്താ? 23 ആയിരിക്കും അല്ലെ? ആണ്. പിന്നെ ഗോലെ കോഡ് നമ്മൾ ഓൾറെഡി മുന്നേ ഡിസ്കസ് ചെയ്ത് പോയാർന്ന ഒരു ചെറിയ കാര്യം, എന്താ? അതിന്റെ n ഈക്വൽ ടു 23യും അതിന്റെ എൻ കെ ഡി നമ്മൾ പറഞ്ഞു പോയായിരുന്നു. എന്താ 23, 12 പിന്നെ ഡിസ്റ്റൻസ് 7. 23, 12, 7 അതാണ് കോഡ്. അതായത് നമ്മൾ പെർഫെക്റ്റ് കോഡ് പറഞ്ഞായിരുന്നു എന്താ? ഹാമിംഗ് കോഡ്. പിന്നെ ഹാമിംഗ് കോഡ് എന്ന് പറഞ്ഞാൽ 2r-1 ലെങ്ത് ഉള്ളതും പിന്നെ 23 അല്ലെങ്കിൽ 23 ലെങ്ത് ആയിരിക്കും നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പൊ 23 ലെങ്ത് ഉള്ള ആ ഒരു സ്പെഷ്യൽ കോഡാണ് ഏത്? ഈ ഗോലെ കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അതിന്റെ ഡിസ്റ്റൻസ് 7, പിന്നെ ഇതിന് ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ 12. കാരണം ഡയമെൻഷൻ മാറില്ലല്ലോ, എക്സിന്റെ ചെയ്താലും എസിന്റെ ചെയ്താലും ഡയമെൻഷൻ മാറില്ല. അതുപോലെ ഡിസ്റ്റൻസ് ഓഡ് ആണെങ്കിൽ ചേഞ്ച് എന്ത് വരും? ഒരെണ്ണ ആഡ് ചെയ്തു അല്ലേ? അപ്പൊ എന്താ വരും? അത് 7 തന്നെ. കാരണം നിങ്ങൾ ആ ഭാഗത്തുനിന്ന് നോക്കിയാൽ മതി. അതായത് ഇവിടെ എന്തുകൊണ്ടായിരിക്കും അവിടെ 8 വന്നത്? എപ്പോഴും ഈവൺ നമ്പർ ആണ് എക്സ്റ്റൻഡിൽ കിടക്കണമെങ്കിൽ അപ്പുറത്ത് എന്തായിരിക്കും? ഓഡ് നമ്പർ ആയിരിക്കും അല്ലെ? ഓഡ് നമ്പർ ആണെങ്കിലാണ് ഒരു ആഡ് ചെയ്താൽ എന്താ ഈവൺ ആകാം. ഈവൺ നമ്പർ ആണെങ്കിൽ സെയിം വന്ന് സോറി ഓക്കെ, അതെ അങ്ങനെ തന്നെ. അതായത് നിങ്ങൾ നോട്ടിൽ നോക്കിയാൽ മതി, C23 ഡയമെൻഷൻ 7, സോറി ഡിസ്റ്റൻസ് 7. എന്താ അതിന്റെ ഡി സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്താ? ഡി ഈസ് DC1 ആൻഡ് D+1 ഈസ് D ഈസ് ഓഡ്. അത് നമ്മ നേരത്തെ പറഞ്ഞായിരുന്ന ഒരു ഭാഗം തന്നെയാ. എന്നിട്ട് അതിൽ നിന്ന് ഡി സ്റ്റാർ എന്താ? 8. അപ്പൊ നമ്മൾ ഓൾറെഡി ഇത് പറഞ്ഞിട്ടാണ് ശരിക്കും എക്സ്റ്റൻഡ് പറയേണ്ടത്. പക്ഷെ ഡീകോഡിങ് എന്തുകൊണ്ടാണ് ഈസി ആയത്? ഡീകോഡിങ് വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ട് എക്സ്റ്റൻഡ് ആദ്യം പറഞ്ഞിരുന്നു. ഓക്കെ, ഇത് എല്ലാ 3 വെയിറ്റ് ഉള്ള എല്ലാ എറേഴ്സും കറക്റ്റ് ചെയ്യും. അത് നമുക്ക് ഓൾറെഡി അറിയാലോ, എന്ത് 3 എറർ കറക്റ്റ് ആയിരുന്നത്. 7-3/2 7-1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഇന്റീജർ പാർട്ട്. ഓക്കെ, അത് പെർഫെക്റ്റ് കോഡാണ്. അത് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. നമ്മൾ ഓൾറെഡി ചെക്ക് ചെയ്തെന്ന് തോന്നുന്നത്. ഇനി അടുത്താണ് ഇതിന്റെ ഡീകോഡിങ്. ഞാൻ എന്തിനാ ഇതിന്റെ ഡീകോഡിങ് പെട്ടെന്ന് പറഞ്ഞാൽ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തൊട്ട് മുന്നേ പറഞ്ഞ ഡീകോഡിങ്ങിന്റെ സെയിം രീതി തന്നെയാണ് ഇവിടെ വരിക. അപ്പൊ നിങ്ങൾക്ക് ഒരു W തന്നിരിക്കുക. ഡബ്ല്യൂന്റെ ലെങ്ത് എന്തായിരിക്കും? 23 ആയിരിക്കും. എക്സ്റ്റൻഡ് ആണെങ്കിൽ 24, ഇവിടെ 23 ആയിരിക്കും വെയിറ്റ് അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡബ്ല്യുവിന്റെ ഇപ്പുറത്ത്
24 ആക്കാനായിട്ട് ഒരു വേർഡ് ആഡ് ചെയ്താൽ പോരെ? ഡബ്ല്യൂന്റെ തൊട്ടപ്പുറത്ത് 24 ആക്കാനായിട്ട് ഇവിടെ ഒരാളെ നമുക്ക് ആഡ് ചെയ്താൽ പോരെ? എങ്ങനെ ആഡ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ വെയിറ്റ് ഓടാവണ രീതിയിൽ ആഡ് ചെയ്യണം. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഡബ്ല്യൂന്റെ ഇപ്പുറത്ത് ഒരാളെ നമ്മൾ എന്ത് ചെയ്യാ, ഇതിന്റെ വെയിറ്റ് 23 ആണ്. 24 ഒക്കെ എന്ത് ചെയ്യണം, ഇതിന്റെ അപ്പുറത്ത് ഒരാളെ ആഡ് ചെയ്യണം. അതിന്റെ വെയിറ്റ് ഓടാവണ രീതിയിൽ തന്നെ ആഡ് ചെയ്യണം. നമ്മൾ സാധാരണ ഈവൺ ആണ് പറയാ, പക്ഷെ ഇവിടെ എന്ത് ചെയ്യണം, ഓടാവണ രീതിയിൽ ആഡ് ചെയ്യാം. അതായത് ഡബ്ല്യൂന്റെ ഇപ്പുറത്ത് ഒരാളെ ആഡ് ചെയ്യണം. അതിന്റെ സച്ചായിട്ട് റിസൾട്ടിങ് വേർഡിന്റെ വെയിറ്റ് എന്തായിരിക്കണം, ഓടായിരിക്കണം. അപ്പൊ നമ്മ അങ്ങനെ 1 0 അതിനനുസരിച്ച് ആഡ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ഒരു 24 ലെങ്ത് ഉള്ള വേർഡ് ആയില്ലേ. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്റ്റൻഡ് കോലക്കോഡ് നമ്മൾ എന്താണോ അൽഗോരിതം കണ്ടുപിടിച്ചത്, എക്സ്റ്റൻഡ് കോലക്കോഡ് നമുക്ക് എന്താ W24 ആണെങ്കിൽ കിട്ടും. അപ്പോൾ 24 ലെങ്ത് ഉള്ള വേർഡ് കിട്ടി. എന്നിട്ട് എക്സ്റ്റൻഡ് കോലക്കോഡിന്റെ അൽഗോരിതം അത് തന്നെ യൂസ് ചെയ്യാം. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, ഒരു W23 ലെങ്ത് ഉള്ള വേർഡ് കിട്ടി കഴിഞ്ഞാൽ അതിനെ 24 ലെങ്ത് ഉള്ള വേർഡ് ആക്കാൻ സച്ചായിട്ട് അതിന്റെ റിസൾട്ടിങ് വെയിറ്റ് ഓടാവണ രീതിയിൽ അത് കഴിഞ്ഞിട്ട് എക്സ്റ്റൻഡ് കോലക്കോഡിന്റെ ആൽഗോരിതം യൂസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യാം, ആ ലാസ്റ്റ് ഡിജിറ്റ് അതിന്റെ നമുക്ക് ഒരു എന്ത് കിട്ടും, ഒരു വി കിട്ടും. അതിന്റെ ലെങ്ത് എന്തായിരിക്കും, ലെങ്ത് എന്തായിരിക്കും 24 ആയിരിക്കും. അതിൽ നിന്ന് ലാസ്റ്റ് ഡിജിറ്റ് റിമൂവ് ചെയ്ത് കളയാം. അപ്പൊ നമുക്ക് പിന്നെ 23 ലെങ്ത് ഉള്ള അതായിരിക്കും എന്ത്, ഇത് സെൻഡ് വേർഡ് ആയിട്ട് കിടക്കേണ്ടത്. ഇനി അടുത്താണ് റീഡ് മുള്ളർ കോഡ്. റീഡ് മുള്ളർ കോഡ് അത് കുറച്ച് ബുദ്ധിമുട്ടുമാണ്. കുറച്ചധികം വലിയ വലിയ കോഡൊക്കെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. റീഡ് മുള്ളർ കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RM ഓഫ് റീഡ് മുള്ളറിന്റെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് RM ഓഫ് R ഇതാണ് നമ്മൾ എഴുതാം. ഈ അതിന്റെ ഉള്ളിൽ എഴുതുന്ന R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർത്ത് ഓർഡർ എന്ന് കാണിക്കാനാ. അതായത് RM-ന്റെ ആർത്ത് ഓർഡർ കോഡാണ് ഇത്. ഈ M ഉദ്ദേശിക്കുന്നത് ഇതിന്റെ ലെങ്ത് 2m ആയിരിക്കും. ഇതാണ് RM ഓഫ് R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇത് ആർത്ത് ഓർഡർ റീഡ് മുള്ളർ കോഡ് ഓഫ് ലെങ്ത് 2r. ഇതാണ് എന്ത് RM ഓഫ് R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇതിനെ കുറിച്ച് നമുക്ക് ആദ്യം അറിയണമെന്നുണ്ടെങ്കിൽ ഇതൊരു റിക്കേഴ്സീവ് ഫോർമുല ആയിട്ട് അത് ഡിഫൈൻ ചെയ്യുന്നത്. റിക്കേഴ്സീവ് ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇപ്പൊ നിങ്ങൾ റിക്കേഴ്സീവ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ഫസ്റ്റത്തെ രണ്ടാൾക്കാരെ തന്നിരിക്കുക. ഈ രണ്ടാൾക്കാരെ വെച്ചിട്ട് മൂന്നാമത്തെ വേർഡ് കണ്ടുപിടിക്കും. ഈ ആദ്യത്തെ മൂന്നാൾക്കാരെ വെച്ചിട്ട് നാലാമത്തെ വേർഡ് കണ്ടുപിടിക്കും. അങ്ങനെ നാലാമത്തെ കിട്ടിയാലേ അഞ്ചാമത്തെ കിട്ടൂ, അഞ്ചാമത്തെ കിട്ടിയാലേ ആറാമത്തെ കിട്ടൂ. ആ മോഡലിൽ പോകണം. അപ്പൊ അങ്ങനെ തന്നെയാണ് ഇവിടെ പോണത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് രണ്ട് സാധനങ്ങളും ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാ, RM ഓഫ് 0m RM ഓഫ് MM നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. RM ഓഫ് 0m എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഡ് 000 എക്സെട്ര 0, 111 എക്സെട്ര 1. ഇതിന്റെ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2m ആണ്. 2m ടൈംസ് വരും. അതായത് മൊത്തം 0യും മൊത്തം 1 ആയിട്ടുള്ള വേർഡ് കോഡ്. ഇതാണ് എന്ത്, RM ഓഫ് 0m. ഇനി അടുത്ത എന്താ, RM ഓഫ് MM എന്താന്ന് അറിയണം. RM ഓഫ് MM എന്തായിരിക്കും, 2m ലെങ്ത് ഉള്ള എല്ലാ വേർഡ്സും. അതായത് എന്താ, K2m. മനസ്സിലായ? അതായത് RM ഓഫ് MM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2m ലെങ്ത് ഉള്ള എല്ലാ വേർഡ്സും. RM ഓഫ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 മാത്രമുള്ള വേർഡ്, അടുത്തത് 1 മാത്രമുള്ള വേർഡ്, ലെങ്ത് 2m. ഇത് രണ്ടും നമുക്കുള്ളൂ. ഇനി അതിൽ നിന്നാണ് എന്ത്, RM ഓഫ് RM ഡിഫൈൻ ചെയ്യാൻ പോണത്. RM ഓഫ് RM എന്ന് പറഞ്ഞാൽ എന്താ, x, set of all x, x plus y such that x belongs to RM of R, m minus 1, y belongs to RM of R minus 1, m minus 1. ഇതാണ് എന്ത്, RM ഓഫ് RM-ന്റെ ഡെഫിനിഷൻ. ഇത് കാണുമ്പോൾ നമുക്ക് അത്രയും അങ്ങോട്ട് എളുപ്പമല്ല എന്ന് മനസ്സിലാവും ഓൾറെഡി അല്ലേ. നമുക്കൊരു RM ഓഫ് 1 2 ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. RM ഓഫ് 1 2 എന്ന് പറഞ്ഞാൽ എന്താ, സെറ്റ് ഓഫ് ഓൾ x, x, x plus y such that x belongs to RM of 1, 2 minus 1 എന്ന് പറയുന്നത് 1. y belongs to RM of 0, 1 അല്ലേ ഡെഫിനേഷൻ വെച്ചിട്ട്. അപ്പൊ x എന്ന് പറയുന്നത് RM of 1, 1. അതായത് എന്താ, 2 1 ലെങ്ത് ഉള്ള എല്ലാ വേർഡ്സും. RM of MM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ലെങ്ത് ഉള്ള എല്ലാ വേർഡ്സും. RM of 1 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 1 ലെങ്ത് ഉള്ള എല്ലാ വേർഡ്സും. അതായത് 2 ലെങ്ത് ഉള്ള എല്ലാ വേർഡ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ,
RMF 1 1 എന്തൊക്കെയാ? 0 0 1 0 0 1 1 1. ഇനി അടുത്ത് RMF 0 1 എന്താ? ഫുൾ സീറോയും ഫുൾ വണ്ണും അല്ലേ? ആ, അപ്പൊ RMF 1 1 കിട്ടി, RMF 0 1 കിട്ടി. ഇനി നമുക്ക് x, x പ്ലസ് y കണ്ടുപിടിച്ചൂടെ? അപ്പൊ ആദ്യം എക്സ് ഏതായിട്ട് ഫിക്സ് ചെയ്യാ? 0 0 ആയിട്ട് ഫിക്സ് ചെയ്യാ. അപ്പൊ എന്ത് വരും? ഏതൊക്കെ വേർഡ്സ് വരും? 0 0. ഇനി സോറി 0 0 കോമ വേണ്ട, കോമ വേണ്ട, നമുക്ക് ഒരു വേർഡായിട്ട് എഴുതാലോ. ഇവിടെ കോമ ഉദ്ദേശിക്കുന്നത് x പ്ലസ് y എന്ന് ഉദ്ദേശിക്കുന്നത് എക്സ് എഴുതി കഴിഞ്ഞിട്ട് x പ്ലസ് വൈ അടുപ്പിച്ച് തന്നെ എഴുതണം. അതിന് കോമ ഇട്ടത് മനസ്സിലാൻ വേണ്ടിട്ടാ. x പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ ഒരു ഒറ്റ വേർഡാണ് അത്, x പ്ലസ് വൈ. അപ്പൊ എക്സ് അത് 0യും y ഇതിൽ ഓരോന്നായിട്ട് എടുക്കുക. സോറി, y ഇവിടെ കിടക്കും. എക്സ് ഇതിലും y അതിലല്ലേ? y ഇതിലും. അപ്പൊ എക്സ് 0 0 ആക്കി. അപ്പൊ വൈക്ക് ഏതൊക്കെ ചാൻസ് ഉണ്ട്? x പ്ലസ് വൈക്ക് 0 0 പ്ലസ് 0 0 0 0 കോമ എക്സ് 0 0 തന്നെ എടുത്തു 1 1, അത് 1 1. പിന്നെ അടുത്ത് ആ 0 0 1 1. ഇനി അടുത്ത എന്താ? എക്സ് 1 0 ആയിട്ട് എടുക്കുക. അപ്പൊ എന്തൊക്കെയാ? 1 0 പ്ലസ് 1 0 എഴുതി. ഇനി 1 0 പ്ലസ് 0 0 എന്ന് പറഞ്ഞാൽ 1 0. ഇനി അടുത്ത് 1 0 കോമ 1 0 പ്ലസ് 1 1. അതെന്താ വരാ? 0 1 അല്ലെ? 1 0 പ്ലസ് 1 1 എന്ന് പറഞ്ഞു 0 1. ഇനി അടുത്ത് എന്താ? എക്സ് ഏതായിട്ട് ഫിക്സ് ചെയ്യുക? 0 1 ആയിട്ട് ഫിക്സ് ചെയ്യുക. 0 1 കോമ 0 1 പ്ലസ് 0 0 0 1 തന്നെ. ഇനി അടുത്ത് എന്താ? 0 1 കോമ 0 1 പ്ലസ് 1 1 എന്ന് പറയുന്നത് 1 0. ഇനി അടുത്ത എക്സ് എന്തായിട്ട് ഫിക്സ് ചെയ്യുക? 1 1 ആയിട്ട് ഫിക്സ് ചെയ്യുക. അപ്പൊ എന്ത് വരും? 1 1 പിന്നെ 1 1 പ്ലസ് 0 0, അത് 1 1 തന്നെ വരും. അടുത്തത് 1 1 പിന്നെ 1 1 പ്ലസ് 1 1, അത് 0 0. അപ്പൊ ഇതാണ് എന്ത്? RM ഓഫ് 1 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വേർഡ്സ് ഉണ്ട് ഇവിടെ? 2 റേസ് ടു സോറി, അതിന്റെ ലെങ്ത് എത്ര? 2 റേസ് ടു 2 അല്ലേ ലെങ്ത് വന്നത്? 4 ലെങ്ത് അല്ലേ? ആണ്. ഓക്കെ, ഇതിൽ കുറച്ച് വലിയ പ്രൂഫുകൾ വരും. വേണമെങ്കിൽ ഇതിന്റെ പ്രൂഫുകളൊക്കെ സ്കിപ്പ് ചെയ്യാവുന്നുള്ളൂ. ഇതിന്റെ പ്രൂഫ് കുറച്ച് പഠിച്ചിരിക്കാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ പറഞ്ഞു എന്തായാലും പെട്ടെന്ന് പറഞ്ഞു. ഇതിന്റെ ജനറേറ്റർ മെട്രിക്സും കൂടി നമുക്ക് ഇതുപോലെ തന്നെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താ ഇതിന്റെ ജനറേറ്റർ മെട്രിക്സ് എന്ന് പറയുന്നത്? സോറി, ജി അല്ല, ജി ഓഫ് അതായത് RM നമ്മൾ റിപ്പീറ്റ് ചെയ്യില്ല. ജി ഓഫ് RM ഓഫ് RM എന്ന് എഴുതില്ല, ജി ഓഫ് സ്മോൾ RM എന്ന് എഴുതുള്ളൂ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ജി ഓഫ് R കോമ M മൈനസ് 1, ജി ഓഫ് R കോമ M മൈനസ് 1 0, ജി ഓഫ് R മൈനസ് 1 കോമ M മൈനസ് 1. ഇതാണ് എന്ത്? അതിന്റെ ജനറേറ്റർ മെട്രിക്സ് എന്ന് പറയുന്നത്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ആ 0 എന്ന് പറയുന്നത് ഒറ്റ 0 അല്ല, അതിന് എത്ര ഒരു ബോക്സ് ആയിരിക്കും അത്? 2 റേസ് ടു M മൈനസ് 1 ലെങ്ത് ഉള്ള വേർഡ് ആണ്. അതായത് ഇത് വലിയ 4 മെട്രിക്സുകളാണ് ഈ കിടക്കുന്നത്. ഇതെന്ന് പറയുന്നത് ഈ മൂന്നാമത്തെ എടുക്കുന്ന പറഞ്ഞാൽ 0 മെട്രിക്സ് എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതി വരുമ്പോൾ മനസ്സിലാവും. ജി ഓഫ് R കോമ M മൈനസ് 1 എത്ര ആൾക്കാരുണ്ടാവും എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തറിയണം? RM ഓഫ് R കോമ M മൈനസ് 1 ഡയമെൻഷൻ അറിയണം. അതുകൊണ്ടാണ് ഞാൻ അത് പ്രത്യേകിച്ച് എടുത്തു പറയാത്തത്. നമുക്കൊരു പ്രൂഫായിട്ട് വരുന്നുണ്ട് അവിടെ. ഓക്കെ, അപ്പൊ ഇത് അറിയണമെന്നുണ്ടെങ്കിൽ, ഇത് എഴുതണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തറിയണം? രണ്ടാൾക്കാര്, കാരണം ഇത് റിക്കർസീവ് ഫോർമുല തന്നെയല്ലേ. കാരണം ഒന്നിനെ മുകളിലത്തെ ഒരാൾ കിട്ടണമെങ്കിൽ താഴത്തെ ആൾ വേണം. അപ്പൊ ഏറ്റവും താഴത്തെ രണ്ട് ഫിക്സ് ചെയ്ത് തന്നെ നേരത്തെ നമ്മൾ RM ഓഫ് 0 M ഉം RM ഓഫ് MM ഉം ചെയ്ത പോലെ ഇവിടെയും GM ഓഫ് 0 M ഉം GM ഓഫ് MM ഉം വേണം. സോറി, G ഓഫ് 0 M ഉം G ഓഫ് MM ഉം വേണം. G ഓഫ് 0 M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? 1 1 1 എക്സിട്ര 1. എത്ര ലെങ്ത്? 2 റേസ് ടു M ലെങ്ത്. ഇനി അടുത്ത എന്താ? G ഓഫ് MM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? ഞാൻ അപ്പുറത്തേതാ. G ഓഫ് MM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ G ഓഫ് M മൈനസ് 1 കോമ M
അടുത്ത എന്താ 0 0 0 എക്സെട്ര 1. അതായത് 2m ലെങ്ത് ഉള്ള വേർഡാണ്. മനസ്സിലായില്ലേ? ലാസ്റ്റ് എഴുതിയാറോ 2m ലെങ്ത് ഉള്ള വേർഡിൽ ഫസ്റ്റത്തെ എല്ലാം 0, ലാസ്റ്റ് ഒരു 1. അതാണ് ലാസ്റ്റ് റോ കൂടി എഴുതണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? അപ്പൊ ഈ രണ്ട് ഫിക്സ് ചെയ്ത ആൾക്കാരെ കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റിക്കർസീവ് ഫോർമുല യൂസ് ചെയ്ത് ഓരോന്ന് കണ്ടുപിടിക്കാം. അതായത് ഓരോന്ന് കണ്ടുപിടിച്ചാണ് ഈ വലുതിക്കത്തുള്ളൂ. നമ്മൾ നേരത്തെ RMF 1 2 കണ്ടുപിടിച്ചപ്പോ എന്തായിരുന്നു അതിന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം RMF 1 1 എഴുതി, RMF 0 1 എഴുതി, എന്നിട്ടല്ലേ RMF 1 2ലേക്ക് എത്തിയത്. അതുപോലെ തന്നെയാണ് ഇവിടെയും വരിക. അപ്പൊ ഒരു RMF 4 5 ഒക്കെ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും നടക്കുന്ന കാര്യമില്ല. നല്ല ടൈം എടുത്ത് തന്നെ ചെയ്യേണ്ടി വരും. അത് നിങ്ങൾക്ക് ചോദിക്കില്ല എക്സാമിന്. മാക്സിമം 2 3 വരെയൊക്കെ ചോദിക്കുള്ളൂ. അത് വിട്ട് ചോദിക്കില്ല, 4 ഒന്നും ചോദിക്കില്ല. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ജസ്റ്റ് നമുക്ക് ചെയ്യാം. GMF 2 3 GMF 2 3 ഉണ്ടാവും, ഭയങ്കര ലെങ്ത് ഇപ്പം. GMF 1 3 ചെയ്ത് നോക്കാം. സോറി, GM അല്ല, GF 1 3. GF 1 3 എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഈ റിക്കർസീവ് ഫോർമുലയുടെ ഈ ഇക്വേഷൻ വെച്ചിട്ട് GMF 1 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GF 1 2 0 GF 0 2 അല്ലെ? GF 0 2. GF 1 2 എന്ന് പറഞ്ഞാൽ എന്താ? GF 1 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് പിന്നെ ഒരു മെട്രിക്സ് ആയിട്ട് എഴുതേണ്ടി വരില്ലേ? GF 1 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GF 1 1 GF 1 1 0 GF 0 1. ഇത് നമുക്ക് എങ്ങനെ എഴുതണം? GF 1 1 എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഓൾറെഡി അറിയാം. GF 1 1 എന്ന് പറഞ്ഞാൽ എന്താ? സോറി, GF 1 1 നമുക്ക് GF 1 1 നമുക്ക് എഴുതണം. അപ്പൊ ഒന്നും കൂടി GF 1 1 എന്ന് പറഞ്ഞാൽ എന്താ വരിക? GF 0 1 നമുക്ക് അറിയാം, എന്താ? ഫുൾ 1 മാത്രം. GF 1 1 എന്ന് പറഞ്ഞാൽ എന്താ വരിക? GF 0 1 GF MM-ന്റെ ഇക്വേഷൻ എന്താ? m-1m അടിയിൽ GF 0 1 0 0 എക്സെട്ര 0 1. അതെന്താ പറയാ? GF 0 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് 1 അല്ലെ? GF 0 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2m ലെങ്ത് ഉള്ള 1s എഴുതണം. അവിടെ 2m ലെങ്ത് 2 ലെങ്ത് ഉള്ള 1കൾ എഴുതി, അപ്പുറത്ത് എന്താ 0 1 0 0 എക്സെട്ര എന്ന് എഴുതിയത് എത്ര ലെങ്ത് ആണോ അതിന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എഴുതണം. ലാസ്റ്റ് 1 അപ്പൊ 0 1 ആണ് വന്നത്. GF 1 1 കിട്ടി. GF 1 1 കിട്ടി കഴിഞ്ഞാൽ എന്ത് എഴുതാം? GF 1 2 എഴുതാം. അതിന് GF 1 2 എന്ത് കിട്ടും? GF 1 1 GF 1 1 അല്ലേ? അപ്പൊ 1 1 0 1 1 1 0 1 അത് എഴുതി. ഇനി അടുത്ത എന്താ? ഒരു 0 ഉണ്ട്, 0 0 0 0. ഇനി അടുത്ത എന്താ? GF 0 1 ഉണ്ട്. GF 0 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 1 1 അല്ലേ? 1 1 ആണ്. അപ്പൊ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഇങ്ങനെയാണ് വരുള്ളൂ അല്ലെ? നമ്മ ആദ്യം ഇത് എഴുതാ, എന്നിട്ട് ആദ്യം മുകളിലത്തെ രണ്ടെണ്ണം എഴുതാ, അത് കഴിഞ്ഞിട്ട് നമ്മ ഇത് എഴുതി കഴിഞ്ഞിട്ടാണ് ഈ 0 എഴുതാൻ പറ്റുള്ളൂ. 0 നമുക്കത് എങ്ങനെ ബാലൻസ് ചെയ്യണം 0 ഇട്ട്. അപ്പൊ ഇതല്ലേ വരിക? GF 1 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? GF 1 3 എഴുതാൻ പറ്റും. GF 1 3 എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വലിയ മെട്രിക്സ് ആയിരിക്കണം. രണ്ട് GF 1 2 വരും അല്ലേ? GF 1 2 എന്ന് പറഞ്ഞാൽ നമ്മൾ തൊട്ട് മുന്നേ കണ്ടുവച്ചത് ഏതാ വരിക? ഇത് രണ്ടു പ്രാവശ്യം വരും. 1 1 1 1 1 1 1 1 0 1 0 1 0 0 1 1. ഇത് തന്നെ അപ്പുറത്തും വരും. 1 1 1 1 0 1 0 1 0 0 1 1. ഇനി അടുത്തത് എന്താ ചെയ്യേണ്ടത്? GF 1 3 GF 0 2 ആണല്ലേ? GF 0 2 എന്ന് പറഞ്ഞാൽ എന്താ? 4 ലെങ്ത്തുള്ള 1s മാത്രം അല്ലേ? 1 1 1 1 അത് മാത്രമല്ലേ ഉള്ളൂ GF 0 2 ക്ക്? അതെ. ബാക്കി എന്ത്? 0 0 0 0. ഞാൻ വെറുതെ ഒരു ബോക്സ് ആയിട്ട് കാണിച്ചുതരാം. ഇങ്ങനെയാണ് ആ 4 കഷ്ണം കിടക്കുന്നത്. ഓക്കെ. അപ്പൊ ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. GF 1 M നമ്മൾ എഴുതുന്ന സമയത്ത് എപ്പോഴും അതിന്റെ ഫസ്റ്റത്തെ റോസ് ഉണ്ടാവുന്നത് മൊത്തം 1s അല്ലേ? അത് നിങ്ങൾ ഒന്ന് ആലോചിച്ച് വെച്ചാൽ, അതായത് ഈ ജിയുടെ ഫസ്റ്റത്തെ റോ GF 1 സംതിങ് GF 1 M ആണെന്ന് ഇരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഫസ്റ്റത്തെ റോ ഫുള്ള് 1 അല്ല എന്നാണത്. അത് എപ്പോഴും ഒരു കോമൺ പ്രോപ്പർട്ടിയാണ്. ഇതിന് ഫസ്റ്റത്തെ റോസ് 1 വരും.
അത് നമ്മൾ പ്രൂഫിൽ യൂസ് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് അത് പ്രത്യേകം എടുത്തു പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമുക്ക് ജനറേറ്റർ മെട്രിക്സ് ഇനി GF23 നിങ്ങൾ ഒന്ന് കണ്ടുപിടിച്ചോ. കുറച്ച് ഇങ്ങനെ ചെയ്യാണ്ട്, അതന്നെ ഞാൻ പിന്നെ അധികം പറയാണ്ടിരുന്നു. ഓക്കെ, ഇനി അടുത്തത് RM ഇതിൽ ലെങ്ത് 2 എന്നുള്ളതിന്റെ പ്രൂഫ് നമുക്ക് ആവശ്യമില്ല. കാരണം ഓൾറെഡി നമുക്കറിയാം ഈ ജിയുടെ ഒരു റോ എടുക്കുക, ഫസ്റ്റത്തെ റോയുടെ ലെങ്ത് 2 - 1, അതായത് ജിയുടെ ഞാൻ GF RM എടുക്കുക, അതിൽ ഇയാളുടെ ലെങ്ത് എന്താ? ഈ ഫസ്റ്റ് എഴുതുന്ന ബോക്സ് 2 - 1, ഇപ്പുറത്തെ ഇത് ബോക്സ് 2 - 1, 2 ടൈംസ് 2 - 1 എന്ന് പറഞ്ഞാൽ എന്താ? 2m. അപ്പൊ ഇതിന്റെ ലെങ്ത് 2m ആണ്. അതിന് പ്രത്യേകം പ്രൂഫ് തന്നെ ആവശ്യമില്ല. ഇനി അടുത്തത് RM(r - 1, m) is contained in, അത് ആവശ്യമുണ്ട്. RM(r - 1, m) സബ്സെറ്റ് ഓഫ് RM(r, m). ഒക്കെ നമ്മൾ ഇൻഡക്ഷൻ വെച്ചിട്ടാണ് പ്രൂവ് ചെയ്യുക. ഇതൊക്കെ നമ്മൾ ഇൻഡക്ഷൻ വെച്ചിട്ടാണ് പ്രൂവ് ചെയ്യുക. അതായത് GM(1, m) GM അല്ല, RM അല്ലേ? ഇത് നമ്മ GM വെച്ചിട്ട് G ആണ് വെച്ചിട്ട് ഫുള്ള് ചെയ്യുക. കാരണം RM(r - 1, m) എമ്മിന്റെ ജനറേറ്റർ മെട്രിക്സ്, RM(r, m) എന്ന് പറയുന്നത് ജനറേറ്റർ മെട്രിക്സിന്റെ ഒരു സബ് മെട്രിക്സ് ആയിട്ട് എടുക്കാതിരിക്കുക. അങ്ങനെ ഓൾറെഡി അത് സബ്സെറ്റ് ആയിരിക്കും. അപ്പൊ അതായിരിക്കും കൂടുതൽ നമ്മൾ പ്രൂവ് ചെയ്യാൻ പോണത്. അതിനു വേണ്ടിയിട്ടാണ് അത് പറഞ്ഞത്. അപ്പൊ GM(r - 1, m). അപ്പൊ നമ്മൾ ഇതിൽ ആദ്യം ഇൻഡക്ഷൻ വെച്ചിട്ട് RM(0, m) സബ്സെറ്റ് ഓഫ് RM(1, m) എന്ന് കാണിക്കും. അതിനോട് ആറിന് മാത്രമല്ല ഇൻഡക്ഷന്റെ ആവശ്യമുള്ളൂ അല്ലെ? അപ്പൊ അതുകൊണ്ട് RM(0, m) സബ്സെറ്റ് ഓഫ് RM(1, m) എന്ന് കാണിക്കും. RM(0, m)ന്റെ മെട്രിക്സ് എന്താ പറയാ? GF(0, m) 1, 1, 1, 1, 1 അല്ലെ? GF(1, m) ഞാൻ പറഞ്ഞു അതിന്റെ ഫസ്റ്റത്തെ റോ എപ്പോഴും എന്തായിരിക്കും? എന്തെങ്കിലും ഫസ്റ്റത്തെ റോ എപ്പോഴും എന്തായിരിക്കും? ഫുൾ 1 ആയിരിക്കും. അതായത് ഈ GF(0, m) എന്ന് പറയുന്നത് GF(1, m)ന്റെ സബ് മെട്രിക്സ് അല്ലേ? അതുകൊണ്ട് അത് സ്പാൻ ചെയ്യുന്ന ആൾക്കാരും എന്തായിരിക്കും? സബ്സെറ്റ് ആയിട്ടായിരിക്കും എടുക്കുക. അതുകൊണ്ട് GF(0, m) സബ്സെറ്റ് ഓഫ് സബ് മെട്രിക്സ് ഓഫ് GF(1, m) ആണ്. അതുകൊണ്ട് RM(0, m) സബ്സെറ്റ് ഓഫ് RM(1, m) ആണ്. അതുകൊണ്ട് ഫോർ n = 1, അത് ഫസ്റ്റ് നമ്മൾ ഇൻഡക്ഷൻ പ്രൂവ് ചെയ്യണത് ആദ്യത്തെ രണ്ടെണ്ണത്തിന് ജസ്റ്റ് നമ്മൾ കാണിച്ചിട്ട് പിന്നെ K-1 വരെ ഇത് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തിട്ട് K ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണല്ലേ? അപ്പൊ ഫസ്റ്റത്തെ രണ്ടെണ്ണത്തിന് ട്രൂ ആണ്. ഇനി നമുക്ക് അസ്യൂം ചെയ്യണം എന്ത്? R-1 വരെ ഇതെല്ലാം ട്രൂ ആണെന്ന് പറഞ്ഞിട്ട് അസ്യൂം ചെയ്തു. ഇനി എന്ത് കാണിക്കണം? RM(r, m) ഇത് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം അല്ലെ? അപ്പൊ നമ്മളിവിടെ ഇത് സബ് മെട്രിക്സിന്റെ കേസ് എടുക്കണേ GF(r, m) എടുത്തു. GF(r, m) എന്ന് പറഞ്ഞാൽ എന്താ? GF(r, m - 1, m - 1, 0, GF(r - 1, m - 1 അല്ലേ? ഓക്കെ, ഇനി നമ്മൾ R-1 വരെ ഇതെല്ലാം സബ് മെട്രിക്സ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്ത് വെച്ചിട്ട് അസ്യൂം ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് GF(r - 1, m - 1) എന്ന് പറയുന്നത് GF(r, m - 1) സബ് മെട്രിക്സ് അല്ലേ? അതായത് GF(r - 1, m - 1) സബ് മെട്രിക്സ് ഓഫ്, കാരണം ഇൻഡക്ഷൻ നമ്മൾ അസ്യൂം ചെയ്യുന്നതാണ് GF(r, m - 1). അപ്പൊ ഇതില് ഇത് ഈ മൂന്നും നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. ഏത്? കാരണം ഈ മൂന്നാമത് ഞാൻ വരച്ചാണ് ആള്, അത് ഓൾറെഡി GF(r, m - 1) ഒരു സബ് മെട്രിക്സ് ആണ്. അത് നമ്മൾ അസംഷനിൽ ഉണ്ട് അല്ലെ? ഓക്കെ, അതുപോലെ GF(r - 2) ഓക്കെ, ഇത് അവിടെ R-2 കിടക്കുന്നുണ്ട്. GF(r, m - 1) ആണ് അവിടെ വരുന്നത്. ഓക്കെ, എനിവേസ് ഇത് അപ്പൊ നമുക്ക് ഓൾറെഡി നമുക്ക് എന്ത് പ്രൂവ് ചെയ്താൽ മതി? GF(r-m)ന്റെ സബ് മെട്രിക്സ് ആയിട്ട് GF(r, m - 1) ഉണ്ടെന്ന് കാണിച്ചാൽ മതി. ഓൾറെഡി GF(r - 1) ഈ രണ്ടാൾക്കാർ
ഓൾറെഡി ജി എഫ് ആർ എം മൈനസ് വൺ ആണ്. ഇനി അതുകൊണ്ട് ഈ മൂന്നാമത് എഴുതുന്ന ആള് ജി എഫ് ആർ കോമ എം മൈനസ് എണ്ണിന്റെ ഉള്ളിലുണ്ട്. അപ്പൊ ഈ മൂന്നാൾക്കാരും ജി എഫ് ആർ കോമ എം മൈനസ് എണ്ണിന്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് ജി എഫ് ആർ എമ്മിന്റെ സബ് മെട്രിക്സ് ആണ് ആര് ജി എഫ് ആർ കോമ എം മൈനസ് വൺ. അതുകൊണ്ട് ജി എഫ് ആർ എം ഓഫ് ആർ കോമ എം മൈനസ് വൺ സബ്സെറ്റ് ഓഫ് സോറി നമുക്ക് ജി എം ഓഫ് എന്ത് കാണിക്കണം ജി എഫ് ആർ മൈനസ് വൺ കോമ എം മൈനസ് വൺ സോറി ജി എം ഓഫ് ആർ മൈനസ് വൺ കോമ എം ആർ മൈനസ് വൺ കോമ എം ഈക്വൽ ടു അതെന്താ വരിക അതുകൊണ്ട് നമുക്കൊന്ന് എഴുതി വെക്കാം. ഇതല്ലേ സബ് മെട്രിക്സ് ആണ് കാണിക്കേണ്ടത്. അപ്പൊ ജി ഓഫ് ആർ മൈനസ് വൺ കോമ എം മൈനസ് വൺ ജി ഓഫ് ആർ മൈനസ് വൺ കോമ എം മൈനസ് വൺ അടുത്തത് 0 ജി ഓഫ് ആർ മൈനസ് ടു കോമ എം മൈനസ് വൺ. ഇവിടെയാണ് അത് ആവശ്യമുള്ളൂ. അത് അവിടെ നിങ്ങളുടെ പ്രൂഫിൽ എന്തൊരു മിസ്റ്റേക്ക് ഉണ്ട്. ജി ഓഫ് ആർ എം അവിടെ അല്ല ആർ മൈനസ് ടു വേണ്ടത്, ഇവിടെയാണ് ആർ മൈനസ് ടു വേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് കാണിക്കണം, ഈ സാധനം ഈ രണ്ടാമത് എഴുതിയത് മുകളിൽ എഴുതിയതിന്റെ സബ് മെട്രിക്സ് ആണ് കാണിക്കണം. അപ്പൊ രണ്ടാമത് എഴുതിയതിന്റെ ഫസ്റ്റത്തെ രണ്ടാളും ഇനി പ്രശ്നമില്ലല്ലോ. അതായത് ഈ ആളും പ്രശ്നമില്ല, കാരണം അത് ഓൾറെഡി മുകളിൽ വന്നിട്ടുണ്ട്. ഇനി എന്തും കൂടി കാണിച്ചാൽ മതി. ഈ മൂന്നാമത് എടുക്കണം ജി എഫ് ആർ മൈനസ് ടു കോമ എം മൈനസ് വൺ ഏതിനുള്ളിൽ നിന്ന് കാണിക്കണം, ജി എഫ് ആർ എമ്മിന്റെ ഉള്ളിൽ നിന്ന് കാണിക്കണം. പക്ഷെ അത് നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ, കാരണം ജി എഫ് ആർ മൈനസ് ടു കോമ എം മൈനസ് വൺ ഏതിന്റെ ഉള്ളിൽ കിടക്കുന്നുണ്ടാവും, ജി എഫ് ആർ കോമ എം മൈനസ് വണ്ണിന്റെ ഉള്ളിലും ജി എഫ് ആർ മൈനസും കോമ എം മൈനസ് വണ്ണിന്റെ ഉള്ളിലും കിടക്കുന്നുണ്ട്. അതായത് ഓൾറെഡി ആ മെട്രിക്സിന്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അത് ഫസ്റ്റ് തന്നെ രണ്ടാമത് ചെയ്ത് മൂന്നാമത് ചെയ്യുന്ന ആളും മുകളിൽ കിടക്കുന്ന മെട്രിക്സിന്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു സബ് മെട്രിക്സ് ആണ്. അതുകൊണ്ട് ജനറേറ്റർ മെട്രിക്സ് തന്നെ സബ് മെട്രിക്സ് ആണെങ്കിൽ പിന്നെ എന്തായിരിക്കും, ആർ എം ഓഫ് ആർ മൈനസ് വൺ കോമ എം സബ് മെട്രിക്സ് ഓഫ് ആർ എം ഓഫ് സബ്സെറ്റ് ഓഫ് ആർ എം ഓഫ് ആർ കോമ എം ആയിരിക്കും. ആണ് ഇതിന്റെ ജനറൽ മെട്രിക്സ് വെച്ചിട്ടാണ് അതിന്റെ പ്രൂഫ് വരാം. ഇനിയാണ് അടുത്തത് എന്താ ഇതിന്റെ ഡിസ്റ്റൻസ് ഓഫ് ആർ എന്ന് പറഞ്ഞാൽ എന്താ, ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ 2⁻m−r ആണ്. അത് അടുത്ത പ്രൂഫ്. ഇതിന്റെ ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കാറുണ്ട്, ഈ ആർ എമ്മിന്റെ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി ചോദിക്കും, അല്ലെങ്കിൽ അതിന്റെ ഒരു ജനറേറ്റർ മെട്രിക്സ് ഓഫ് സം 2 3 ചോദിക്കും, ചിലപ്പോൾ ആർ എം ഓഫ് 2 3 എഴുതാൻ പറഞ്ഞു ചോദിക്കാം. അങ്ങനെ ഏതെങ്കിലും ഒരു പ്രോബ്ലം ഇതിന് ചോദിക്കും എപ്പോഴും. അടുത്തെന്താ ഇതിന്റെ ഡിസ്റ്റൻസ് 2⁻m−r ആണെന്നല്ലേ. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം എന്ത് ഇൻഡക്ഷൻ തന്നെയാണ് ഇവിടെ. ഇൻഡക്ഷനിൽ എന്താ ആർ എം ഓഫ് ആർ കോമ എം മൈനസ് വൺ എന്ന് പറയുന്നത് എന്തായിട്ട് എടുക്കുക, 2⁻m−1. നമുക്ക് ഇത് ട്രൂ ആന്ന് പറഞ്ഞെടുക്കുക. എന്താ ഡിസ്റ്റൻസ് ആണ് ഇത്. ഡിസ്റ്റൻസ് ഓഫ് ആർ എം ഓഫ് ആർ കോമ എം മൈനസ് വൺ എന്ന് പറഞ്ഞാൽ 2⁻m−1 - r ആണ്. ഇനി ഡിസ്റ്റൻസ് ഓഫ് ആർ എം ഓഫ് ആർ എം ഈക്വൽ ടു 2⁻m−r ആണെന്ന് പ്രൂവ് ചെയ്യണല്ലേ. ആണ്. ഓക്കെ, ആർ എം ഓഫ് ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ എന്താ എക്സ് കോമ എക്സ് പ്ലസ് ഐ സെറ്റ് എക്സ് ബിലോങ്സ് ടു അവിടെ എക്സ് ഉണ്ട് പ്രൂഫിൽ. എക്സ് ബിലോങ്സ് ടു ആർ എം ഓഫ് ആർ കോമ എം മൈനസ് വണ്ണും വൈ ബിലോങ്സ് ടു ആർ എം ഓഫ് ആർ മൈനസ് കോമ എം മൈനസ് വൺ ആണെന്ന് അറിയാം അല്ലെ. ആണ്. ഇനി അതുകൂടാണ്ട് ആർ എം ഓഫ് ആർ മൈനസ് വൺ കോമ എം മൈനസ് വൺ സബ്സെറ്റ് ഓഫ് ആർ എം ഓഫ് ആർ കോമ എം മൈനസ് വൺ ആണെന്നും അറിയാം. തൊട്ട് മുന്നത്തെ ആ പ്രൂഫ് വെച്ചിട്ട് എന്താ ആർ എം ഓഫ് ആർ മൈനസ് വൺ കോമ എം മൈനസ് വൺ സബ്സെറ്റ് ഓഫ് ആർ എം ഓഫ് ആർ കോമ എം മൈനസ് വൺ ആണ്. ഓക്കെ, അതായത് നമുക്ക് വൈ ബിലോങ്സ് ടു നമ്മുടെ അവിടെ കിടക്കുന്നില്ല, വൈ ബിലോങ്സ് ടു ആർ എം ഓഫ് ആർ മൈനസ് വൺ കോമ എം മൈനസ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ എവിടെയും കൂടി ഉണ്ട്, ആർ എം ഓഫ് ആർ കോമ എം മൈനസ് വണ്ണിലും ഇല്ലേ, കാരണം സബ്സെറ്റ് ആയതുണ്ട്. അതായത് എക്സ് ഉള്ള സ്ഥലത്ത് തന്നെ വൈയും കിടക്കുന്നുണ്ട്. അപ്പൊ വൈ എവിടെ കിടക്കുന്നുണ്ട്, എക്സ് എവിടെ നിന്നാണ് എടുത്താണ് അവിടെ വൈയും കിടക്കുന്നുണ്ട്. അതുകൊണ്ട് അപ്പൊ നമുക്ക് എന്ത് പറയാം, എക്സും വൈയും എവിടെ കിടക്കുന്നുണ്ട്, എക്സ് കോമ വൈ ബിലോങ്സ് എവിടെയാ, ആർ എം ഓഫ് ആർ മൈനസ് വൺ കോമ എം മൈനസ് വൺ ആണ്. സോറി, ആർ മൈനസ് വൺ കോമ ആർ കോമ എം മൈനസ് വൺ, ആർ കോമ എം മൈനസ് വൺ ആണ്. കാരണം ആർ മൈനസ് വൺ കോമ എം മൈനസ് വൺ സബ്സെറ്റ് ഓഫ് ആർ എം ഓഫ് ആർ കോമ എം മൈനസ് വൺ ആയതുകൊണ്ട് അപ്പൊ എക്സും വൈ അതിൽ കിടക്കുന്നുണ്ട്. അപ്പൊ പിന്നെ എക്സും വൈ അതിലുണ്ടെങ്കിൽ ഇത് ലീനിയർ കോഡ് ആയതുകൊണ്ട് എക്സ് പ്ലസ് വൈ അതിലുണ്ടാവൂല്ലേ. എക്സ് പ്ലസ് വൈ ബിലോങ്സ് എന്താ ആർ എം ഓഫ് ആർ കോമ എം മൈനസ് വൺ ആണ് അല്ലേ. അപ്പൊ നമ്മൾ രണ്ട് കേസായിട്ട് നോക്കാം. എക്സ് ഈക്വൽ ടു വൈ ആണെന്ന് ഇരിക്കുക. എക്സ് ഈക്വൽ ടു വൈ ആണെങ്കിൽ എന്താ അവിടെ കേസ് വരാം, വെയിറ്റ് ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് ഓഫ് എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, കാരണം എന്താ ഈ ആർ എം ഓഫ് ആർ കോമ എം മൈനസ് വണ്ണിന്റെ ഡിസ്റ്റൻസ് എന്താ 2⁻m−1 - r ആണ്. അപ്പൊ അതിന്റെ വെയിറ്റ്
അപ്പൊ അതിൽ ഏത് വേർഡ് എടുത്താലും അതിന്റെ വെയിറ്റ് അറ്റ്ലീസ്റ്റ് ഏറ്റവും ലീസ്റ്റ് ആണ് ആ വെയിറ്റ് വരിക, കാരണം ഡിസ്റ്റൻസ് പറഞ്ഞാൽ ലീസ്റ്റ് ആണ്. അപ്പൊ എന്തായാലും എക്സ് പ്ലസ് വൈയുടെ വെയിറ്റ് എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു റൈസ് ടു എം മൈനസ് വൺ മൈനസ് ആർ ആയിരിക്കും അല്ലെ? ആണ്. അതുപോലെ വെയിറ്റ് ഓഫ് എക്സ് എന്താ? വെയിറ്റ് ഓഫ് എക്സ് നമ്മൾ എക്സ് ഓൾറെഡി ആർ എം ഓഫ് ആർ കോമ എം മൈനസ് വൺ എന്നാണ് എടുത്തത്. വെയിറ്റ് ഓഫ് എക്സും ടു റൈസ് ടു എം മൈനസ് വൺ മൈനസ് ആർ ആയിരിക്കും. അതായത് എക്സ് കോമ എക്സ് പ്ലസ് വൈ അതിന്റെ വെയിറ്റ് ആണ് എന്ത്? അതിന്റെ വെയിറ്റ് എന്തായിരിക്കും? എക്സ് കോമ എക്സ് പ്ലസ് വൈയുടെ വെയിറ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആദ്യത്തെ കഷ്ണത്തിന്റെ വെയിറ്റ് ടു റൈസ് ടു എം മൈനസ് വൺ മൈനസ് ആർ, രണ്ടാമത്തെ കഷ്ണത്തിന്റെ വെയിറ്റ് ടു റൈസ് ടു എം മൈനസ് വൺ മൈനസ് ആർ അല്ലേ? ഇതെന്ന് പറഞ്ഞാൽ എന്താ? ടു ഇൻറ്റു ടു റൈസ് ടു എം മൈനസ് വൺ പ്ലസ് ആണ് ഇവിടെ എം മൈനസ് വൺ മൈനസ് ആർ. അതെന്താ വരാ? ഒരു വൺ ആഡ് വരും, അപ്പൊ എന്ത് വരും? ടു റൈസ് ടു എം മൈനസ് ആർ വരും. അതായത് എക്സും വൈ ഈക്വൽ ആണെങ്കിൽ ഇതിന്റെ വെയിറ്റ് എന്തായിരിക്കും? എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു റൈസ് ടു എം മൈനസ് ആർ ആയിരിക്കും. അപ്പൊ എക്സും വൈ ഈക്വൽ ആണെങ്കിൽ നമുക്ക് ഡിസ്റ്റൻസ് ടു റൈസ് ടു എം മൈനസ് ആർ ആണെന്നുള്ള അത് ട്രൂ ആയി. ഇനി എക്സും വൈ എന്താ ഈക്വൽ അല്ലാത്ത കേസ് എടുക്കുക. എക്സും വൈയും ഈക്വൽ അല്ലാത്ത കേസ് എടുക്കുക. എക്സ് വൈ ഈക്വൽ അല്ലാത്ത കേസാണ്. അപ്പൊ എന്താ? എക്സ് നോട്ട് ഈക്വൽ ടു വൈ അല്ലേ? സോറി, ഇതാണ് നമുക്ക് എക്സും വൈയും നോട്ട് ഈക്വൽ ആയിട്ടുള്ള കേസ്. അത് മാറിപ്പോയതാ. എക്സും വൈ നോട്ട് ഈക്വൽ ആയിട്ടുള്ള കേസാണ് ഇത്. അന്നാലുള്ള വെയിറ്റ് ഓഫ് എക്സ് പ്ലസ് വൈ, കാരണം എക്സും വൈ ഈക്വൽ ആണെങ്കിൽ എക്സ് പ്ലസ് വൈ എന്തായാലും സീറോ ആയി പോകുമല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ കേസ് നമുക്ക് നോക്കണ്ട. അതായത് എക്സും വൈയും ഈക്വൽ അല്ലാത്ത കേസാണ് ഇത്. അതായത് വെയിറ്റ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു വൈ. എന്നാലും വെയിറ്റ് ഓഫ് എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ടു റൈസ് ടു എം മൈനസ് വൺ മൈനസ് ആർ എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അത് ഗ്രേറ്റർ ദാൻ ആവില്ലല്ലോ. അപ്പൊ എക്സ് ഈക്വൽ ടു വൈ ആയിട്ടുള്ള കേസാണ് അടുത്തത്. അപ്പൊ എക്സ് അത് നിങ്ങൾ അവിടെ പ്രിന്റിൽ അത് പോയിണ്ടാവും ചിലപ്പോ. ഇനി അടുത്ത എക്സ് ഈക്വൽ ടു വൈ ആയിട്ടുള്ള കേസ്. അപ്പൊ എന്താ? എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് എന്തായിരിക്കും? സീറോ ആയിരിക്കും. അതായത് എക്സ് കോമ എക്സ് പ്ലസ് വൈ. ഞാൻ എന്തിന് എക്സ് കോമ എക്സ് പ്ലസ് വൈ എടുക്കണമെന്ന് വെച്ചാൽ അതാണ് ജി എം ഓഫ് ആർ എമ്മിലെ വേർഡ്. അതുകൊണ്ടാണ് ഇപ്പൊ അങ്ങനെ എടുക്കുന്നത്. അപ്പൊ എക്സ് കോമ എക്സ് പ്ലസ് വൈയുടെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എക്സിന്റെ മാത്രം വെയിറ്റ് ആയിരിക്കും. എക്സ് പ്ലസ് വൈ സീറോ ആണ്. എക്സിന്റെ വെയിറ്റ് എന്താ? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടു റൈസ് ടു എം മൈനസ് വൺ മൈനസ് ആർ ആണ് അല്ലെ? ഇത് എപ്പോഴും എന്തിനേക്കാളും വലുതായിരിക്കും? ടു റൈസ് ടു എമ്മിനേക്കാളും സോറി ടു റൈസ് ടു എം മൈനസ് ആറിനേക്കാളും എന്തായിരിക്കും? സോറി, ഇത് അങ്ങനെ നമുക്ക് ചെയ്യണ്ട. ഇപ്പൊ എക്സ് വൈ ഈക്വൽ ആണല്ലോ നമുക്ക്. അപ്പൊ ആദ്യത്തെ വേർഡ് എന്തായിരിക്കും? എക്സ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ അല്ലേ? എക്സ് ഈക്വൽ ടു ചെയ്തിട്ടുണ്ട്. അപ്പൊ വൈ കോമ സീറോ എന്ന് പറഞ്ഞിട്ട് എഴുതാലോ. അപ്പൊ വൈയുടെ വെയിറ്റ് എത്ര വരിക? വൈയുടെ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ടു റൈസ് ടു എം മൈനസ് വൺ മൈനസ് ആർ മൈനസ് വൺ അല്ലേ? കാരണം വൈ അവിടുത്തെ എലമെന്റ് ആർ എം ഓഫ് എം മൈനസ് വൺ കോമ ആർ മൈനസ് വൺ. സോറി, ആർ മൈനസ് വൺ കോമ എം മൈനസ് വൺ. അതുകൊണ്ട് അവിടുത്തെ ഡിസ്റ്റൻസ് എന്താ? ടു റൈസ് ടു എം മൈനസ് വൺ മൈനസ് ആർ മൈനസ് വൺ. എമ്മിന് വരെ എം മൈനസ് വൺ, ആറിന് വരെ ആർ മൈനസ് വൺ. ഇതെന്താ? ടു റൈസ് ടു എം മൈനസ് ആർ. പ്ലസ് മൈനസ് ആയിട്ട് ടു റൈസ് ടു എം മൈനസ് ആർ വരും. അതായത് എക്സ് വൈ ഈക്വൽ ആണ് കേസിൽ അതിന്റെ വെയിറ്റ് എന്ന് ഗ്രേറ്റർ ദാൻ ടു റൈസ് ടു എം മൈനസ് ആർ ആയിരിക്കും. അപ്പൊ രണ്ട് കേസിലും അത് ട്രൂ ആയി അല്ലേ? അപ്പൊ ഇനി അടുത്തത് എന്താ ഇതിന്റെ പ്രൂവ് ചെയ്യാനുള്ളത്? ഇതിന് ഡയമെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ആർ എം ഓഫ് ആർ എം, ആർ എം ഓഫ് ആർ എം, ഇതിന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയമെൻഷൻ ഐ ഈക്വൽ ടു സീറോ ടു ആർ എം സി ഐ. അതായത് എം സി സീറോ പ്ലസ് എം സി വൺ പ്ലസ് എം സി ടു പ്ലസ് എക്സെട്ര പ്ലസ് എം സി ഐ. ആർ എം എഫ് ആർ എമ്മിന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇവിടെ നമ്മൾ എന്താ പ്രൂവ് ചെയ്യാം? ആദ്യം എന്ത് വിചാരിക്കും? ആർ എം ഓഫ് ആർ കോമ എം മൈനസ് വണ്ണിന്റെ ഡയമെൻഷൻ എന്താന്ന് വിചാരിക്കും? സമ്മേഷൻ ഐ ഈക്വൽ ടു സീറോ ടു ആർ എം മൈനസ് വൺ സി ഐ ആണെന്ന് വിചാരിക്കും. അതിന് എന്ത് പ്രൂവ് ചെയ്യണം? ആർ എം ഓഫ് ആർ കോമ എമ്മിന്റെ ഡയമെൻഷൻ എം സി ഐ ആണെന്ന് പറഞ്ഞ് പ്രൂവ് ചെയ്യണം. അപ്പൊ ആദ്യം നമ്മൾ അത് അസ്യൂം ചെയ്തു. ഇനി എന്ത്? ജി ഓഫ് ആർ എം നമുക്ക് ഓൾറെഡി അറിയാം. ജി ഓഫ് ആർ എം എന്താ? ജി ജി മാത്രമേ ഉള്ളൂ അല്ലേ? ജി എം വേണ്ട. ജി ഓഫ് ആർ മൈനസ് വൺ കോമ
സോറി ജി ഓഫ് ആർ കോമ എം മൈനസ് വൺ, ജി ഓഫ് ആർ കോമ എം മൈനസ് വൺ, ജി ഓഫ് ആർ മൈനസ് വൺ കോമ എം മൈനസ് വൺ, ഇവിടെ 0. അപ്പൊ ഇതിന് എത്ര റോസ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചാൽ മതില്ല ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ മൊത്തത്തില്. അപ്പൊ നമുക്ക് ജി ഓഫ് ആർ കോമ എം മൈനസ് വണ്ണിന് എത്ര റോസ് ഉണ്ടെന്ന് അറിയാം. എത്ര റോസാ? നമ്മൾ ഇൻഡക്ഷൻ വെച്ചിട്ട് സമ്മേഷൻ ഐ ഈക്വൽ ടു 0 ടു ആർ എം മൈനസ് വൺ സി ഐ ആണ്. പ്ലസ് ഇനി ജി ഓഫ് ആർ മൈനസ് വൺ കോമ എം മൈനസ് വൺ, അതിന് എത്ര റോസ് ഉണ്ട്? സമ്മേഷൻ ഐ ഈക്വൽ ടു 0 ടു ആർ എം മൈനസ് വൺ സി ആർ മൈനസ് വൺ, സോറി സി അല്ല, ഇവിടെ ആർ മൈനസ് വൺ ആണ്, മൈനസ് വൺ സി ഐ. ഇങ്ങനെയാണ് വരിക അല്ലെ? കാരണം നമുക്ക് ഇതിന് മൊത്തം എത്ര റോസ് ഉണ്ട് നേടയാ. അപ്പൊ ഫസ്റ്റ് മോളിൽ കിടക്കുന്ന എത്ര റോസ് ഉണ്ട്? എം മൈനസ് വൺ സി ഐ സമ്മേഷൻ, അപ്പുറത്തോ സമ്മേഷൻ ഐ ഈക്വൽ ടു 0 ടു ആർ മൈനസ് വൺ എം മൈനസ് വൺ സി ഐ, അത്രയാണ് എന്ത് റോസ് വരിക. അപ്പൊ മൊത്തം എത്ര റോസ് ഉണ്ട്? 2 റോസ് ആഡ് ചെയ്യുക, അപ്പൊ നമുക്ക് കിട്ടും. ഇനി ഇതിൽ നിന്ന് നമുക്ക് ജസ്റ്റ് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നമ്പർ തിയറിയുടെ കുറച്ച് കാര്യങ്ങളാണ് അടുത്ത് ചെയ്യണത്. എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസിയാണ് അത്. ഫസ്റ്റ് എന്ത് ചെയ്യും? ആ ഫസ്റ്റത്തെ ടേം, അതായത് ഫസ്റ്റ് ഇവിടെ എന്ത് കിടക്കുന്നുണ്ട്? ഐ ഈക്വൽ 0 ടു ആറിൽ ആ ഫസ്റ്റ് ടേം ഐ ഈക്വൽ 0 കേസില്ലേ, അത് നമ്മൾ ആദ്യം എഴുതി. എന്താ ഐ ഈക്വൽ 0 എന്ന് പറഞ്ഞാൽ എം സി 0 ആണ്, പ്ലസ് സോറി ഐ ഈക്വൽ 0 എന്ന് പറഞ്ഞാൽ എം മൈനസ് വൺ സി ഐ അല്ലേ, എം മൈനസ് വൺ സി 0 പ്ലസ് അടുത്ത എന്താ 1 തുടങ്ങിയുള്ള കേസ് ഉണ്ട്, അത് നമ്മൾ അങ്ങനെ തന്നെ എഴുതി. സമ്മേഷൻ ഐ ഈക്വൽ ടു 1 ടു ആർ എം മൈനസ് വൺ സി ഐ, അതങ്ങനെ തന്നെ എഴുതി. ഇനി പ്ലസ് ഇനി ബാക്കി എന്താ കിടക്കണേ? ഐ ഈക്വൽ ടു 0 ടു ആർ മൈനസ് വൺ എം മൈനസ് വൺ സി ഐ കിടക്കുന്നുണ്ട്. ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഇങ്ങനെ എഴുതാൻ പറ്റും. എങ്ങനെ? സമ്മേഷൻ ഐ ഈക്വൽ ടു 1 ടു ആർ മൈനസ് വൺ, 1 ടു ആർ മൈനസ് വൺ അല്ല, 1 ടു ആർ എം മൈനസ് വൺ സി ഐ മൈനസ് വൺ. നിങ്ങൾ ഈ കേസ് എടുത്ത് ചെയ്ത് നോക്കിയേ, ഈ സെയിം തന്നെ, ഈ രണ്ടാമത് ഇറങ്ങുന്ന സമ്മേഷനെ നമുക്ക്, കാരണം ആ സി ഐക്ക് ഐക്ക് വരെ എന്താ ഐ മൈനസ് വൺ ആക്കി, അപ്പൊ അപ്പുറത്ത് എന്തായി ഒരു 1 വെച്ച് ആഡ് ആയി, സമ്മേഷനിൽ 1 വെച്ച് ആഡ് ആയി. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? രണ്ടാമത്തെ ഇങ്ങനെ എഴുതാം. ഇനി നിങ്ങൾ ഈ രണ്ട് ഭാഗം, ഇപ്പൊ ഈ രണ്ട് ഭാഗമില്ലേ, ഈ രണ്ട് ഭാഗത്തിന്റെ സമ്മേഷൻ ഐ ഈക്വൽ ടു 1 ടു ആർ അല്ലേ, അപ്പൊ ഈ സമ്മേഷനുള്ളിലേക്ക് രണ്ടിനും ഒരുമിച്ച് എഴുതാൻ പറ്റും. എന്നിട്ട് ഇത് രണ്ടും കൂടി ഒന്ന് ആഡ് ചെയ്യാം. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ വരാന്ന് ഞാൻ എഴുതി വെക്കാം. ആദ്യത്തേനെ നിങ്ങൾ എം മൈനസ് വൺ സി 0, ഈ എം മൈനസ് വൺ സി 0യും 1 ആണ്, എം സി 0യും 1 ആണ്. അതുകൊണ്ട് നമുക്ക് എം മൈനസ് വൺ സി 0നെ എം സി 0 എന്ന് വെറുതെ എഴുതി കൂടെ? എന്തായാലും അത് 1 ആണ്, അപ്പൊ എം സി 0 എന്ന് എഴുതാം ഫസ്റ്റത്തെ ആളെ. ഈ രണ്ടാമത്തെ സം എന്ന് പറഞ്ഞാൽ എന്താ വരാൻ പോകുന്നത് വെച്ചാൽ ഐ ഈക്വൽ ടു 1 ടു ആർ എം സി ഐ ആണ് വരിക. അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ഞാൻ അത് ചെയ്ത് വെച്ചിട്ട് ഞാൻ അയച്ചുതരാം. അപ്പൊ അതിന് രണ്ടും കൂടി നമുക്ക് എന്ത് കിട്ടും? എം ഈക്വൽ ടു ഐ ഈക്വൽ ടു 0 ടു ആർ എം സി ഐ എന്ന് എഴുതാം. അപ്പൊ അതാണ് അതിന്റെ ഡയമെൻഷന്റെ പ്രൂഫ്. അപ്പല്ലോ ഇനി അടുത്തത് സെൽഫ് ഡുവൽ എന്നുള്ളതിന്റെ പ്രൂഫ്. അതും ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി, അത് എളുപ്പമാണ്. അത് ഇതുപോലെ തന്നെ ഫുള്ള് മെട്രിക്സ് വെച്ചിട്ട്. അപ്പൊ ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇത് കുറച്ച് ഇതാണ് ഇതിൽ ഏറ്റവും കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം കുറച്ച് ഉണ്ട്, കുറച്ച് ഓഫ്ലൈൻ ക്ലാസ്സിൽ വെച്ച് തീർക്കാം. ഓക്കെ.